1463 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്, നമ്മുടെ അതിഥി എന്ന് പറയാൻ പറ്റുകയില്ല, IFPHന്റെ തുടക്കം മുതൽ രക്ഷാധികാരിയായിരിക്കുന്ന ഡോക്ടർ CJ വർഗീസ് സാറാണ്. സാറ് ഗ്ലോബൽ GSK ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ്. ISKയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയായി വർഷങ്ങളോളം പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ്. ധാരാളം പൊതുജനാരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വമാണ്. അനേകം ക്ലാസുകൾ സാർ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ്. 42 വർഷത്തിലധികം ചികിത്സാ പരിചയമാണ് സാറിനുള്ളത്. ഇന്ന് നമ്മോട് ജൈവിക നിയമങ്ങളും ക്ലാസിക്കൽ ഹോമിയോപ്പതിയും എന്ന വിഷയത്തില് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ CJ വർഗീസ് സാറിനെ ആദരപൂർവം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ ആരംഭിക്കാം. താങ്ക് യു. എന്നെ കാണാമല്ലോ? കാണാം. കേൾക്കാമല്ലോ? കേൾക്കാം. പതിവ് പോലെ വളരെ മനോഹരമായി എന്നെ സ്വാഗതം ചെയ്ത മറിയാം ഡോക്ടർക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എന്നെ ഈ വേദിയിലേക്ക് വിളിച്ച IFPHന്റെ ഭാരവാഹികൾക്ക് ഞാൻ നന്ദി പറയുന്നു. നമ്മൾ പ്രാർത്ഥന നടത്തി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും ദൈവത്തിന് നമുക്ക് ഒന്നുകൂടെ നന്ദി പറയാം. കാരണം ഇന്നത്തെ മീറ്റിംഗ് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം തന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്തായിട്ട് നമ്മുടെ മാസ്റ്റർ സാമുവൽ ഹനിമാന് നന്ദിയോടുകൂടി നമുക്ക് തുടങ്ങാം. ഡോക്ടർ സാമുവൽ ഹനിമാനെ പോലെ തന്നെ ഞാൻ കണക്കാക്കുന്ന ഒരു പ്രവാചകനാണ് ഡോക്ടർ IKG ഹാമർ. രണ്ടുപേരും ജർമ്മൻകാരാണ്. രണ്ടുപേരും പോസ്റ്റ് ഗ്രാജുവേറ്റ് കൺവെൻഷണൽ മെഡിസിൻ ഡോക്ടേഴ്സാണ് ആയിരുന്നു. രണ്ടുപേരും ഒരേ ദിവസം രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് വിളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2-ാം തീയതി ജൂലൈയിൽ. എൻ്റെ മറ്റ് എല്ലാ അധ്യാപകരെയും ഞാൻ ഓർക്കുന്നു. എൻ്റെ ഫാമിലിയോട് നന്ദിയുണ്ട്, എൻ്റെ രോഗികളോട് നന്ദിയുണ്ട്. അധ്യാപകരിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഡോക്ടർ പ്രൊഫസർ ജേക്കബ് സാറിനോടാണ്. അതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ പറയാം. ഞാൻ 30-ാം തീയതി നമ്മുടെ IFPHന്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു 3 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരം തന്നു. ഞാൻ 2 മിനിറ്റ് കൊണ്ട് തീർത്തു. അപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അവതരിപ്പിച്ച വിഷയം ഇതാണ്. നമ്മൾ വളരെ ന്യൂനപക്ഷമായിട്ട് തന്നെ നിൽക്കുമ്പോഴും ഒരു സുനാമി തിര പോലെ നമുക്കെതിരെ വരുന്ന ഒരു ശാസ്ത്രം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചികിത്സാ രീതിയാണ് മോഡേൺ മെഡിസിൻ എന്ന് അവർ വിളിക്കുന്ന അലോപ്പതി എന്ന് പറയുന്ന വെറും ശരീരത്തെ മാത്രം ചികിത്സിക്കുന്ന ഒരു ചികിത്സാ രീതി. ഇപ്പം നമുക്ക് ധാരാളം സാധ്യതകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി 1-ാം നിരയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് നമ്മുടെ ഹോമിയോപ്പതി. പക്ഷെ എവിടെയാണ് നമുക്ക് പാളിച്ച വന്നിരിക്കുന്നത് എന്ന് എൻ്റെ 50 വർഷത്തെ വൈദ്യശാസ്ത്ര പഠനത്തിൻ്റെ ഫലമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതായത് നാം രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പോരാ. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ 50 വർഷമായി വൈദ്യശാസ്ത്രം പഠിക്കുന്നു. അതിൽ ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് നേടിയ ഒരു വൈദ്യശാസ്ത്രം അതിൻ്റെ അറിവിൻ്റെ ഫലമായിട്ടാണ് ഞാനിങ്ങനെ പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ 4 വർഷമായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒരു പോസ്റ്റൊക്കെ IFPHന്റെ വേദികളിൽ ഇടുവാണെങ്കിൽ ഉടനെ തന്നെ അത് അവിടുന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും ഞാൻ ഈ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഡോക്ടർ ധനേഷ് എന്നെ 31-ാം തീയതി വിളിക്കുന്നു. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തു വരികയാണ്. അപ്പോഴേ അദ്ദേഹം ഇങ്ങനെ ഒരു അനുവാദം തന്നു ഒരു ദിവസത്തെ ക്ലാസ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സമ്മതിച്ചു. പക്ഷെ അദ്ദേഹം എന്നോടൊരു കണ്ടീഷൻ പറഞ്ഞു. അതായത് ഡോക്ടർ വന്നിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് തെറ്റാണ് എന്നൊന്നും പറയരുത് എന്നൊരു അപേക്ഷ വെച്ചു. ഞാൻ സമ്മതിച്ചില്ല.
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് സമ്മതിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊരു അവസരം തന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഡോക്ടർ സാമുൽ ഹനിമാനും ഡോക്ടർ റൈക്കെ ജിയദ് ഹാമറും എൻ്റെ 2 പ്രവാചകന്മാരും അന്ന് നിലവിലിരുന്ന വൈദ്യശാസ്ത്രത്തിനെതിരായിട്ട് പടവെട്ടി അതിനെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിലാണ് അവരൊക്കെ ലെജൻസായി മാറിയതും അവരുടെ പിൻഗാമികളായിട്ട് നമ്മൾ അറിയപ്പെടുന്നതും. അപ്പോൾ നിലവിലുള്ള ശാസ്ത്രത്തിന് എതിരായിട്ട് പറയുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ. പക്ഷെ നമ്മുടെ അടച്ചിട്ട മുറികളിൽ ഇരുന്ന് പറയുന്നതും പരസ്യമായിട്ട് പറയുന്നതും പരസ്യമായിട്ട് ജനങ്ങളുടെ അടുത്ത് എന്താണ് ചികിത്സ, അല്ലെങ്കിൽ എന്താണ് ആരോഗ്യം, എന്താണ് രോഗം എന്നൊക്കെ പറയാനുള്ള ധൈര്യം സംഭരിക്കണമെങ്കിൽ നമ്മുടെ ആശാന്മാർ പറഞ്ഞിട്ടുള്ളത് ശരിയായിട്ട് നമ്മൾ പഠിക്കണം. അപ്പം അത് പഠിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയോ വളരെ നിസ്സാരമായിട്ട് കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് ശബ്ദിക്കാതിരിക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു പോകുന്ന പരിമിതികൾ, പരാജയങ്ങൾ ഉണ്ടെങ്കിൽ അതെൻ്റെ സ്പീച്ചിൽ പുറത്തേക്ക് വരും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഉദാഹരണം ഇതാണ്. അല്ലെങ്കിൽ സുനാമി തിര വരുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടി ഇങ്ങനെ കൈവിരിച്ച് നിന്നാലൊന്നും നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു മറ്റൊരു സുനാമി തിരയായിട്ട് മാറണം. ഈ ലോകത്തെ ഇളക്കി മറിക്കാൻ മാത്രം ശക്തി നമുക്കുണ്ട്. ആ ശക്തി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം. അതെല്ലാവരും ഒരുപോലെ ആകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. കാരണം മനുഷ്യരെല്ലാവരും വ്യത്യസ്തരായിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇൻഡിവിജ്വലൈസേഷനിൽ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രമായതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരേ രീതിയിൽ എല്ലാവരും ഒരേപോലെ ആകണമെന്ന് ശഠിക്കാൻ പാടില്ല. അത് നടക്കുമെന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. കാരണം എൻ്റെ പേര് കൊണ്ടും എന്നെ അറിയാവുന്നവർക്ക് അറിയാമല്ലോ, ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലി ജനിച്ചതാണ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ലോകത്തിന് രക്ഷയ്ക്കായിട്ട് വന്നു എന്നാണ് ക്രിസ്ത്യാനികളൊക്കെ വിശ്വസിക്കുന്നത്. അല്ലെ, ലോകത്തിൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടോ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടിയിട്ടല്ല വന്നത്, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം കുറച്ച് പുതിയ നിയമം, കുറച്ച് നിയമങ്ങളൊക്കെ പറഞ്ഞു വന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ വിഭാഗങ്ങളുള്ള ഒരു മതം ഏതാണെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനിറ്റി തന്നെയായിരിക്കും. അപ്പോൾ അതിൽ തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഡിവിഷൻസ് ഉണ്ട്. അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊന്നും ഒരു പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനും എതിരല്ല. ഇതൊക്കെ മനുഷ്യനുള്ളിടത്തോളം കാലം ഉണ്ടാകും. പക്ഷെ നമ്മൾ ഏതാണ് ശരിയെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹോമിയോപ്പതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പ്രൊഫുൽ ജേക്കബ് സാറിൻ്റെ SCPH ക്ലാസ് ഒരു വർഷം മുഴുവൻ കൂടി. അതിൻ്റെ ഹയർ ഫോമായിട്ടുള്ള SCPH+ 2 വർഷം കൂടി. അപ്പോൾ അദ്ദേഹം ആണ് അറിയപ്പെടുന്ന ഇന്ത്യയിലെ GNM എന്ന് പറയുന്ന, അല്ലെ GHK എന്ന് പറയുന്ന ശാസ്ത്രം ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഞാൻ മ്യാസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ശാന്താർ ചന്ദ്രൻ ഡോക്ടർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ധാരാളം പേർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓടി നടന്ന് മയാസം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹോമിയോപ്പതി പ്രാക്ടീസ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ക്ലാസ്സുകൾ നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ അന്നും വിമർശനങ്ങളുണ്ടായിരുന്നു. മയാസം വറീസ് എന്നെ പേര് വിളിച്ചിരുന്നു, എന്നിട്ട് അതിനുശേഷം ഡോക്ടർമാരുടെ പ്രാക്ടീസൊക്കെ നഷ്ടപ്പെട്ടെന്നൊക്കെയുള്ള ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ വകവച്ചില്ല. ശരിയായ രീതിയിലുള്ള ഹോമിയോപ്പതി എന്താണെന്ന് ഞാൻ അന്നും പറഞ്ഞുകൊണ്ടിരുന്നു. അതേസമയം ISKയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയെങ്കിൽ പോലും ഒരു സയന്റിഫിക് സെമിനാർ പോലും മയാസത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ISK വേദിയിൽ സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. അപ്പൊ അതേ അനുഭവമാണ് ഇത്രയും കാലം 4 വർഷമായി ഞാൻ GNM-നെ കുറിച്ച് എന്തെങ്കിലും പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ വായടപ്പിക്കുകയായിരുന്നു സാധാരണ ചെയ്തിരുന്നത്. എന്തായാലും ഇന്ന് എനിക്കൊരു ശബ്ദം കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ അപേക്ഷ ഇതാണ്. ഇത് ഡോക്ടർ വർഗീസിൻ്റെ ഒരു കാര്യമല്ല. ഞാൻ വളരെയധികം സന്തോഷിച്ചു. ഞാനിവിടെ കുറച്ച് നേരത്തെ ജോയിൻ ചെയ്തു മീറ്റിങ്ങിൽ. ഡൽഹിയിൽ നിന്ന് വന്നിട്ടുള്ള ഡോക്ടർ മിനി മേത്ത എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഓർക്കുന്നു. ഡൽഹിയിൽ ഞാനെടുത്ത ക്ലാസ്സും ധാരാളം പേര് GNM പഠിക്കുന്നു എന്ന് അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അപ്പൊ ഞാൻ പലപ്പോഴും IFPSന്റെ വേദികളിൽ വരുമ്പോഴത്തേക്കും പതിവ് പോലെ ടിപ്സ്, ക്ലിനിക്കൽ ടിപ്സിനുള്ള മാർക്കറ്റ് വാല്യൂ വളരെ കൂടുതലാണെന്ന് തന്നെയാണ് ഞാൻ അറിയുന്നത്. ഈ പറയുന്ന ആള് പറയുന്ന ഭാഷ ഇതാണ്, ദാറ്റ് ഈസ് വെരി ഗുഡ്, അല്ലെങ്കിൽ അതിന് നല്ല ആക്ഷൻ ഉണ്ട്. എൻ്റെ അനുഭവത്തിൽ അത് നന്നായിട്ട് പ്രവർത്തിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ആ മെഡിസിൻ കൊടുക്കുന്നത്, അല്ലെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇങ്ങനെയുള്ള ചർച്ചകൾ ഇല്ലാതെ നമ്മുടെ മെഡിസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ ശരിയായ രീതിയിലല്ല എന്ന് പറയേണ്ടതായിട്ട് വരും.
ഡോക്ടർ ഈ ക്ലാസ് എടുക്കുന്ന ഡോക്ടർ ഒരു മെഡിസിന്റെ പേര് പറയുന്നില്ല, കുറെ മെഡിസിൻ പറയുന്നു, ഇതാണ് എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത്. അതിന്റെ ബേസിസിലേക്ക് കാര്യമായിട്ട് ഒന്നും പോകാറില്ല. അതുകൊണ്ട് ഞാൻ ഹോമിയോ ഡോക്ടേഴ്സിനെ വിധിക്കുകയോ പരാതിപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല. ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ ഹാനിമാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ കുറച്ച് വിശദീകരണങ്ങൾ ഡോക്ടർമാർ അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം വൈറ്റൽ ഫോഴ്സിന്റെ ഡീവിയേഷനാണ് ഡിസീസ് എന്ന് പറയുമ്പോഴും വൈറ്റൽ ഫോഴ്സ് ഡൈനാമിക് ആണെന്നും അതിനെ ഡൈനാമിക് ആയിട്ടുള്ള ഡീവിയേഷൻസ് അഫെക്ഷൻസ് കൊണ്ട് മാത്രമേ അതിനെ ചേഞ്ച് വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നും അതാണ് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ രോഗം എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. അപ്പോൾ എനിക്ക് മയാസത്തെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള അറിവ് തന്ന ഡോക്ടർ പ്രഫുൽ വിജയ്ക്കറിന്റെ ഒട്ടുമിക്കവാറും സെമിനാറുകൾ ഞാൻ കൂടിയിട്ടുണ്ട്. ഈ ക്ലാസ്സുകൾ കൂടാതെ ഞാൻ പേ ചെയ്ത് പഠിച്ച ക്ലാസ് SCPH കൂടാതെ 2008 അദ്ദേഹം ലൂധിയാനയിൽ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ഇവിടെ നടത്തി. അതായത് ഇഫ് എ ലേഡി ഈസ് സ്ട്രിക്കൺ വിത്ത് സം കംപ്ലൈന്റ് ഓഫ് ഹർ right breast, it is due to her partner or father, and if she is having some complaint in her left breast, it is due to influence of her mother or child. And അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അതായത് ഒരു വൈറസിനും ആരിലും രോഗം ഉണ്ടാക്കാൻ സാധ്യമല്ലെന്നും ഒരാളെയും കൊല്ലാൻ സാധ്യമല്ല എന്നും പറഞ്ഞു. ഞാൻ വളരെയധികം ഷോക്ക്ഡ് ആയിപ്പോയി. പക്ഷെ ആ ഷോക്ക് ഒരു 5 വർഷത്തേക്ക് ഞാൻ അത് തുടർന്ന് അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കാനോ അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ ശരിക്കും 2013 GNM അല്ലെങ്കിൽ GHK എന്ന് പറയുന്ന ഈ ശാസ്ത്രം പഠിക്കാൻ തുടങ്ങിയത്. വളരെ റിലീജിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനത് പഠിച്ചു. ഞാൻ വെബ് സെർച്ച് ചെയ്തു, വെബ്സൈറ്റുകളെല്ലാം പഠിച്ചു. അതിൻ്റെ അകത്ത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇത് പഠിപ്പിക്കുന്ന ഡോക്ടർ കാരോളിൻ മർക്കലിന്റെ ശിഷ്യനായിട്ട് ഞാൻ 2015-16 വർഷങ്ങളിൽ ഓസ്ട്രേലിയയിലും കാനഡയിലും പോയി. 2019 ഞാൻ ഓസ്ട്രേലിയയിൽ വീണ്ടും പോയി. അങ്ങനെ 3 ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ പങ്കെടുത്ത് ഒരുവിധം അതിനെക്കുറിച്ചുള്ള അറിവുകൾ നേടി. അവസാനത്തെ 2 ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ എൻ്റെ അനുഭവങ്ങൾ, ക്ലാസ്സുകൾ, എൻ്റെ കേസസ് ഒക്കെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഇപ്പോഴാണ്, അതായത് 2013 മുതൽ ഞാൻ GNM പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, സേലം വിനായക മിഷൻ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ആലുമിനീസിന് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിലെ മുഴുവൻ സീരിയസ് ആയിട്ട് ഹോമിയോപ്പതി കാണുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും വിളിച്ച് ഞാൻ കണ്ണൂരിൽ വെച്ച് ഒരു 150 പേര് പങ്കെടുത്ത സെമിനാറുകൾ നടത്തി. എറണാകുളം, കണ്ണൂർ, ഡൽഹി, ഹൈദരാബാദ് 2 പ്രാവശ്യം, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലൊക്കെ ഞാൻ നാഷണൽ സെമിനാറുകൾ GNM ഇന്ത്യയുടെ ബാനറുകളിൽ നടത്തിയിട്ടുണ്ട്. അവസാനമായിട്ട് 2020 ജാനുവരി 18-19 തീയതികളിൽ നാഗപ്പൂരിൽ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് രാത്രിയിൽ ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടലിലെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് തരുമെന്ന് ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ആ പേപ്പർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതായത് വുഹാൻ എന്ന് പറയുന്ന ചൈനയുടെ ഒരു പ്രവിശ്യയിൽ നിന്നും ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു, ഇനി അങ്ങോട്ട് ലോകത്തെ കീഴടക്കാൻ പോവുകയാണ്. ഞാൻ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അപ്പുറം സംഭവങ്ങൾ നടന്നു. സാധാരണ പോലെ ഈ വൈറസ് രോഗം ഉണ്ടാക്കിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന എനിക്ക് ആ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയപ്പോഴത്തേക്ക് അതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടതായിട്ട് തന്നെ വന്നു. അങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ എൻ്റെ പേരിൽ ക്രിമിനൽ കേസ് നിലവിലുണ്ടെന്നുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കും. അന്ന് GNM ഇന്ത്യ എന്ന പേരിലാണ് ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയതെങ്കിൽ ഇന്ന് അത് ഗ്ലോബൽ GNM ആക്കി മാറ്റാനായിട്ടുള്ള സാഹചര്യം അന്നത്തെ കോവിഡ് എനിക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എല്ലാവരും ഫിസിക്കൽ സെമിനാറുകളിൽ നിന്നും മാറി ഓൺലൈൻ വെബിനാറുകളിലേക്ക് മാറാനായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ഗ്ലോബൽ GNM ആയി മാറി. പിന്നീട് ഞങ്ങൾ അതിനെ ഗ്ലോബൽ GHK എന്ന് പേര് വിളിക്കേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആണ് വിളിക്കുന്നത്. കാരണം GNM എന്ന് പറഞ്ഞാൽ ജർമ്മൻ ന്യൂ മെഡിസിൻ എന്നാണ്.
അത് പലർക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. ഇതെന്ത് മെഡിസിനാണ്, ജർമ്മനിയിൽ നിന്ന് വരുന്ന മെഡിസിൻ ആണോ, അല്ലെങ്കിൽ അതൊരു മെഡിക്കൽ സബ്സ്റ്റൻസ് ആണോ, മെഡിസിനൽ സബ്സ്റ്റൻസ് ആണോ എന്ന് തുടങ്ങിയ ധാരാളം അഭ്യൂഹങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജർമാനിഷെ ഹയൽകുണ്ടെ എന്നാണ് GHK എന്ന പേര് ഡോക്ടർ ഹാമർ തന്നെ ഉപയോഗിച്ചിരുന്നതാണ്. അങ്ങനെ ഇന്ന് ഗ്ലോബൽ GHK എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു 12 ക്രിസ്തുവിന്റെ ശിഷ്യരെ പോലെ 12 മെമ്പേഴ്സ് ഞങ്ങളുടെ മെന്റേഴ്സ് ആയിട്ടുണ്ട്. ഒരു 3000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഒരു 35 രാജ്യങ്ങളിലുള്ളവർ അതിൽ മെമ്പേഴ്സാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് വേൾഡ് GHK ഡേ ആഘോഷിക്കാറുണ്ട്. ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ ഹാമർ ആണ്. എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ വെബിനാറുകൾ നടത്തുന്നുണ്ട്. ഇന്റർനാഷണൽ ആയിട്ടുള്ള എമിനന്റ് സ്പീക്കേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഞങ്ങളുടെ വേദികളിൽ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഈ GHK GNM-ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹോമിയോപ്പതി സുഹൃത്തുക്കളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. എല്ലാവരും എനിക്ക് ഒരു അപ്രഖ്യാപിത ബാൻ നൽകി. സുഹൃത്തുക്കളൊക്കെ എൻ്റെ സുഹൃത്തുക്കളല്ലാതെയായി. ഡോക്ടർ വർഗീസിന് വയസ്സാം കാലത്ത് എന്തോ തലയ്ക്ക് അസുഖം ബാധിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം ഒരു ക്രേസി ബിഹേവിയർ ആണ്, അദ്ദേഹം ഹോമിയോപ്പതി ലീവ് ചെയ്തു, അങ്ങനെ പറയാവുന്നതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ അല്പം പോലും അസ്ഥിരപ്പെടുത്തുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയാണ് എതിർത്ത് അല്ലെങ്കിൽ നിലവിലുള്ളതിനെതിരായിട്ട് പറയുന്നവരും അവരോട് ചേരാൻ വേണ്ടിയിട്ടുള്ളവരും വളരെ കുറവായിരിക്കും. കാരണം അത് സമൂഹത്തിലുള്ള എല്ലാ രംഗത്തുമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് ആ ദിവസം വന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ എൻ്റെ ടോപ്പിക്ക് ബയോളജിക്കൽ ലോസ് ആണ്. ബയോളജിക്കൽ ലോസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ മലയാളത്തിൽ ജൈവിക നിയമങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ജൈവിക നിയമങ്ങൾ? അതിന് വേറൊരു പേര് കൊടുക്കുകയാണെങ്കിൽ ദൈവിക നിയമങ്ങൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ഭാഷ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതുപോലെയുള്ള വേദികളിൽ പലപ്പോഴും ദൈവിക നിയമങ്ങളും ഹോമിയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ അറ്റാക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ജൈവിക നിയമങ്ങൾ? ഈ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പ്രകൃതിയുടെ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നത് പലപ്പോഴും ഇൻവിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളിലാണ്. ഒരമ്മ എങ്ങനെ കൊച്ചുകുട്ടിയോട് സ്നേഹം കാണിക്കുന്നു, അത് ഒരു മെഷീൻ ഉപയോഗിച്ചും അളക്കാൻ പറ്റത്തില്ല. അത്ത കാര്യം ഒരു കാമുകന് കാമുകിക്ക് കാമുകനോടോ സ്നേഹം തോന്നുന്ന നിമിഷം ഇന്ന് എൻ്റെ അറിവിൽ അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും അതിനൊന്നും അവസാനം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അദൃശ്യമായ പല കാര്യങ്ങളുമുണ്ട്. അതുപോലെ നമ്മുടെ അദൃശ്യമായ വൈറ്റൽ ഫോഴ്സ്, അതിനെ ആത്മാവെന്ന് പറയാം, അല്ലെങ്കിൽ സൈക്കി എന്നാണ് ഹാമർ വിളിച്ചത്. ആ സൈക്കിയിൽ ഉണ്ടാകുന്ന ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ്, അതിനെ കോൺഫ്ലിക്ട്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ കോൺഫ്ലിക്ട്സ് കൊണ്ടാണ് എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് എന്ന ഒരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു അറിവാണ് അല്ലെ പഠനമാണ് ഡോക്ടർ ഹാമർ ഈ ലോകത്തിലേക്ക് നൽകിയിരിക്കുന്നത്. ഹോമിയോപ്പതിയുടെ ക്ലാസിക്കൽ ഹോമിയോപ്പതി എന്നും അതിൻ്റെ ആ സബ്ജക്റ്റിൻ്റെ അകത്തുണ്ട്. അപ്പൊ ക്ലാസിക്കൽ ഹോമിയോപ്പതിയെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കറിയാം, ഹോമിയോപ്പതി പല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ. അപ്പൊ എൻ്റെ രീതി ആയിരിക്കത്തില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും രീതികൾ. അല്ലെ, നമുക്കറിയാവുന്ന എമിനന്റ് ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ടീച്ചേഴ്സ് നമുക്കുണ്ടായിട്ടുണ്ട്. ഡോക്ടർ പ്രഫുൽ വിജയക്കറിനെ പോലെ, എൻ്റെ ഗുരുവിനെ പോലെ, ഡോക്ടർ രാജൻ ശങ്കറിനെ പോലെ, അല്ലെങ്കിൽ ജോർജ് വിത്തൽക്കോസിനെ പോലെ ലോകപ്രസിദ്ധരായിട്ടുള്ള ധാരാളം പേര് ഹോമിയോപ്പതി, എല്ലാവരും ഡോക്ടർ ഹാനിമാന്റെ ഹോമിയോപ്പതി തന്നെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഓരോരുത്തരുടെയും സമീപനങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതെങ്ങനെ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുറച്ചു പേർക്ക് അറിയാമെന്ന് തോന്നുന്നു. അതായത് യേശുദാസ് പാടുമ്പോഴും AR റഹ്മാൻ പാടുമ്പോഴും അവരുടെ സംഗീതവും നമ്മൾ കുളിമുറിയിൽ നിന്ന് പാടുന്ന സംഗീതവും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ രവീന്ദ്രൻ മാഷും ദേവരാജൻ മാഷും ഒക്കെ കടന്നുപോയിട്ടുള്ള ആ സംഗീതം, അത് നമ്മൾ എത്ര ശ്രമിച്ചാലും അത്രയും നല്ല ഒരു സംഗീതം ഈ ലോകത്തിൽ സമ്മാനിക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അവരൊക്കെ ലെജൻഡ്സ് ആണ്, അല്ലെങ്കിൽ അവരെ നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ആൾക്കാരായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിൻ്റെ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ലെജൻഡ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ഭാഷയുണ്ട്.
ഞങ്ങൾ വെറും നിസ്സാരർ. സംഗീതം എന്ന് പറയുന്ന ഈ സാഗരത്തിന്റെ അരികിൽ അല്ലെങ്കിൽ വക്കില് തീരത്ത് നിന്ന് അതിൻ്റെ എന്താ പറയണ്ടേ, അതിലേക്ക് കാലുകുത്തിയ വ്യക്തികളാണ് ഞങ്ങൾ. ഇതിൻ്റെ ആഴത്തിൽ കിടക്കുന്ന മുത്തും പൗഴവും തിരഞ്ഞു കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയും ധാരാളം ആഴത്തിൽ വളരെയധികം മുത്തുകളും പൗഴങ്ങളും ഉണ്ടെന്ന് അവരൊക്കെ വളരെ എളിമയോടുകൂടി പറയും. അതുപോലെ തന്നെയാണ് ഏത് ക്ലാസിക്കൽ ഹോമിയോപ്പതി ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും ആഴത്തിൽ പോകുന്ന ഒരു മേഖലയാണ് ക്ലാസിക്കൽ ഹോമിയോപ്പതി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾ ഒത്തിരി ക്ലാസ്സുകൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഹോമിയോപ്പതി ആയാലും ഏത് ശാസ്ത്രമായാലും ഏത് കലയായാലും എത്രമാത്രം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നോ അത്രമാത്രം നമ്മൾ എളിമയോടുകൂടി ഈ ദൈവികമായ നിയമങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ജൈവികമായിട്ടുള്ള നിയമങ്ങളുടെ മുമ്പിൽ നമ്മൾ നമസ്കരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എനിക്ക് ഇന്ത്യയിലാണ് ഹോമിയോപ്പതി ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ എത്തിയിരിക്കുന്നതെന്ന് പരക്കെ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ പോലും ഹോമിയോപ്പതി എന്ന് പറയുന്നതിൻ്റെ ഒരു പരാജയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. അത് പറയാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഞാൻ എന്ന് GNM പഠിച്ചോ അല്ലെങ്കിൽ എന്ന് ഞാൻ ഇന്റർനാഷണൽ കോൺഫറൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ്, ഇറ്റ് ഈസ് ഹൈ ടൈം ഫോർ ഹോമിയോപ്പതി ടു ഗെറ്റ് ഡിവോഴ്സ്ഡ് ഫ്രം അലോപ്പതി ആൻഡ് റീമാരി GNM. അലോപ്പതിയുമായിട്ട് നമ്മൾ ഒരു വല്ലാത്ത ബാന്ധവത്തിലാണുള്ളത്. നമ്മൾ ബാന്ധവത്തിലാണ് എന്ന് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കടം. നമ്മളിപ്പോഴും ആരെയും കുറ്റം പറയുകയല്ല. 1973 സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി ഒരു ആക്റ്റായിട്ട് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച് നമ്മൾ പുതിയ കോഴ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അന്ന് നമുക്ക് എവിടെ പോയി ഈ പുതിയ സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ കരിക്കുലം രൂപപ്പെടുത്തണമെന്ന് അറിയത്തില്ലായിരുന്നു. അന്നത്തെ സെൻട്രൽ കമ്മിറ്റിയിൽ തന്നെ പല അലോപ്പതി ഡോക്ടർമാരുണ്ടായിരുന്നു. അന്ന് അതിനോടകം അലോപ്പതി വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ വിദ്യാഭ്യാസമൊക്കെ വളരെ മുന്നോട്ട് പോയ സമയത്ത് അവരുടെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. അതോടുകൂടി നമ്മൾ അവരെക്കാളും മിടുക്കരായിട്ടുള്ള സയന്റിസ്റ്റായിട്ട് മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണേണ്ടത്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ പഠനത്തിൽ നമ്മൾ പഠിക്കുന്ന പ്രാക്ടീസ് ഓഫ് മെഡിസിൻ ആയാലും സർജറി ആയാലും ഗൈനക്കോളജി, ഒബ്സ്റ്ററ്റിക്സ്, ENT അങ്ങനെ തുടങ്ങിയ ഒഫ്താൽമോളജി, ഡെന്റിസ്ട്രി, അങ്ങനെ നമ്മൾ പഠിക്കുന്ന സബ്ജക്ട്സിൽ പോലും അലോപ്പതി അങ്ങനെ അറിയാതെ കടന്നു വരികയും നമ്മുടെ കാഴ്ചപ്പാടിൽ അത് ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഞാൻ പലപ്പോഴും അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് പുട്ടിന് പീര പോലെ, അത് മലയാളികൾക്ക് മനസ്സിലാവുന്ന ഒരു യൂസേജ് ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പുട്ടിന് തേങ്ങാപ്പീര ഇടുന്നത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ആ പ്രൊപ്പോർഷനാണ് ഹോമിയോപ്പതിക്ക് ഈ അലോപ്പതി എന്ന് പറയുന്നതുമായിട്ടുള്ള ഇത് ചേരുവ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ. പലപ്പോഴും ഈ പറയുന്ന ഹോമിയോപ്പതി എങ്ങനെ ഈ പറയുന്ന പുട്ടോടുകൂടി ചേർത്ത് പീര ചേർക്കണമെന്ന് അറിയത്തില്ലാതെ വിഷമിക്കുന്ന ഒരു തലമുറയാണ് ഞാൻ കാണുന്നത്. വളരെയധികം സങ്കടമുണ്ട്. അത് പ്രാക്ടീസിൽ അത് അനുഭവപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്, നമ്മുടെ കഴിവുകളെ കുറിച്ച് തിരിച്ചറിയാനായിട്ട് വയ്യാതെ വന്നത് എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അത് പ്രാക്ടീസിലായാലും എഡ്യൂക്കേഷനിലായാലും റിസർച്ചിലായാലും കണ്ടുവരുന്നു എന്നുള്ളതാണ്. ഞാൻ പല കോളേജുകളിലും പോയിട്ടുള്ളപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവിടെ റിസർച്ച് നടത്തുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ റിസർച്ച് പേപ്പേഴ്സിൽ അലോപ്പതി കൺസെപ്റ്റിലാണ്. നമ്മുടെ ഗതികേടാണ്. അല്ലെങ്കിൽ ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഡൽഹിയിലുള്ള നാഷണൽ കമ്മീഷനിൽ മാറ്റം വരുമെന്ന് എനിക്ക് അല്പം പോലും വിശ്വാസമില്ല. അതിനു വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട വ്യക്തികളെ സമീപിക്കാനൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ സിലബസിൻ്റെ അകത്ത് അലോപ്പതി എന്ന് പറയുന്നത് മാറ്റിയിട്ട് ജർമ്മൻ ന്യൂ മെഡിസിൻ പഠിപ്പിക്കണം. എന്നിട്ട് അല്ലെങ്കിൽ അതിനോട് ഒപ്പമെങ്കിലും ജർമ്മൻ ന്യൂ മെഡിസിൻ കൂടി പഠിപ്പിക്കണമെന്ന് എനിക്ക് റെക്കമെൻഡേഷൻസ് നടത്തണമെന്നുണ്ട്. ഞാൻ എൻ്റെതായ ഒരു ശ്രമം മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളും സിലബസ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാവി എന്താവുമെന്ന് എനിക്കറിയത്തില്ല.
അപ്പൊ ഔദ്യോഗികമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടാത്തത് കൊണ്ടാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്ന ഈ പുതിയ ശാസ്ത്രം ഹോമിയോപ്പതിക്ക് ഒരു വെല്ലുവിളിയായോ ഹോമിയോപ്പതിയെ തകർക്കാനായിട്ട് വന്ന ഏതോ ദുഷ്ടശക്തികളാണെന്ന രീതിയിൽ ഇതിനെതിരെ വ്യാപകമായ പ്രചരണങ്ങൾ ചിലരെങ്കിലും നടത്തുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഹോമിയോപ്പതിയുടെ യാതൊരു വിധത്തിലുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിനെയും ഹനിക്കാതെ അതിനോട് ചേർന്ന് പോകുമ്പോൾ യാതൊരു എന്താ പറയുക കലർപ്പുമില്ലാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു അറിവ് മാത്രമാണ് ജർമ്മൻ ന്യൂ മെഡിസിൻ. മൂന്നാമത്തെ അഫോറിസത്തില് ഡോക്ടർ ഹാനിമാൻ പറഞ്ഞ നോളജ് ഓഫ് ഡിസീസസ്, അത് മാത്രമാണ് എന്താണ് ഡിസീസ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിവ് തരുന്ന ഒരു ശാസ്ത്രം മാത്രമാണ്. അല്ലാതെ അത് ഹോമിയോപ്പതിക്ക് വെല്ലുവിളിയൊന്നുമല്ല. പക്ഷെ ഒരു ഹോമിയോപ്പതി ഡോക്ടറായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുവരെയും പ്രാക്ടീസ് ചെയ്തിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല ഒരു തലത്തിലേക്ക്, കുറച്ചുകൂടെ അല്ല, എനിക്കൊരു സംതൃപ്തി തന്ന ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് ഞാനത് ഓരോ കേസിലും 100% കേസിലും ഞാൻ GNMന്റെ ഫ്രെയിംവർക്കിലാണ് ഞാനൊരു രോഗത്തെ കാണുന്നത്. ഒരിക്കലും അലോപ്പതി അല്ലെങ്കിൽ ഹോമിയോപ്പതി കോളേജുകളിലും എനിക്ക് കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിലല്ല എന്ന് എനിക്ക് പറയാനായിട്ട് അല്പം പോലും മടിയില്ല. ഡോക്ടർ പ്രഫുൽ വിജയക്കറിനെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മയാസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വിസ്ഡം, അദ്ദേഹത്തിന്റെ ഒരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ തന്നത് വളരെയധികം അദ്ദേഹത്തോട് ആരാധനയും വ്യക്തിബന്ധവും ഫ്രണ്ട്ഷിപ്പും സുഹൃത്ത് ബന്ധവും ഒക്കെ പുലർത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ കൂടുതൽ മയാസത്തെക്കുറിച്ച്, ഹോമിയോപ്പതിയുടെ അന്തരാളങ്ങളിലേക്ക് പോകാനായിട്ട് എന്നെ ഒത്തിരി സഹായിച്ചത്. അദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു സ്പാർക്ക് തന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2013 മുതൽ ഞാൻ പഠിക്കുന്ന ഈ ശാസ്ത്രം ഒത്തിരി പേരെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാവരും പഠിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമാണ്. ഇന്നത്തെ ക്ലാസ് ഒരു കാരണവശാലും അതിന് എന്താ പറയുക, ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഒരു സ്റ്റിമുലേഷനായിട്ട് നിങ്ങൾ പഠിക്കണം. അല്ലാതെ ആർക്കും പഠിപ്പിക്കാൻ പറ്റുന്നതല്ല. എനിക്ക് ആ വിശ്വാസമൊക്കെ പോയി. ആർക്കെങ്കിലും പഠിപ്പിക്കാമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഒരാൾക്ക് ഉള്ളിൽ നിന്ന് തോന്നണം, ആ തോന്നൽ ദൈവം തോന്നിപ്പിക്കണമെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്ന്. കാരണം ഒരാളോട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഞാൻ ദൈവവിശ്വാസി അല്ല, അല്ലെങ്കിൽ ദൈവവിശ്വാസിയാണ്, വേറൊരാൾ ദൈവവിശ്വാസി അല്ല, ഞാൻ അന്തി ചർച്ചകളിൽ അവസാനിപ്പിക്കുന്നത് പോലെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ അയാളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിട്ട് ദൈവത്തിൽ നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ശ്രമിച്ചിട്ടൊന്നും നടക്കത്തില്ല. കാരണം അതൊരു ഗിഫ്റ്റാണ്, ബ്ലെസ്സിങ് ആണ്, ഒരു ഗ്രേസ് ആണ് എന്ന് വിശ്വസിക്കാനായിട്ടാണ് എനിക്കിഷ്ടം. മലയാളത്തിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കൃപ. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അപ്പോൾ ആ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ മനസ്സൊന്ന് തയ്യാറാക്കിയാൽ മതി. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കും. കാരണം ഒരു വൈകുന്നേരത്തെ സായാഹ്നത്തിൽ എൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് എന്നെ ഹോമിയോപ്പതി പഠിപ്പിക്കണമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഉള്ളിലുള്ള തോന്നൽ? 50 വർഷമായി ഞാൻ പഠിക്കുന്ന ശാസ്ത്രം അരമണിക്കൂർ കൊണ്ട് ഒരാളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതുപോലെ തന്നെയാണ് ആർക്കെങ്കിലും ഈ ഒരു ക്ലാസ്സിലൂടെ എന്തെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം നിങ്ങളിൽ വായിക്കാനും പഠിക്കാനും അത് അതിനോട് പുച്ഛിച്ച് മറുപുച്ഛ് നിൽക്കാതെ, കാരണം നിങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഈ സമൂഹത്തിൽ. ഒത്തിരി പേരുടെ ആരോഗ്യം എന്ന് പറയുന്നതിൽ ഇടപെടേണ്ടവരാണ്. ഓരോ കുടുംബത്തിലും അവരുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ വളരെയധികം പങ്കുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ അറിവ് തീർച്ചയായിട്ടും നമ്മൾ പറയുമ്പോൾ അത് അവരിലേക്ക് വരുന്ന മാറ്റങ്ങൾ അത് എത്രമാത്രം പവർഫുൾ ആണ്, അതനുസരിച്ചാണ് നമ്മളെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നത്. അതനുസരിച്ച് പവർ, ഇന്റേണൽ ആയിട്ടുള്ള മോറൽ ആയിട്ടുള്ള ഒരു പവർ നിങ്ങളിൽ ഉണ്ടാകും. ആ പവർ ആയിരിക്കണം ലോകത്തെ മുന്നോട്ട് നയിക്കാനുള്ള ലീഡർഷിപ്പായിട്ട് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എടുക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ പ്രാക്ടീഷണേഴ്സും ആദ്യം, എന്തുകൊണ്ടാണ് ഞാൻ ഹോമിയോപ്പതി ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ കൺവിക്ഷനോട് കൂടി ഹോമിയോപ്പതി സുഹൃത്തുക്കളോട് പറയാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി അതിൻ്റെ ഈ പറയുന്ന ഒരു 20% പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഫിലോസഫിയിലും നമ്മുടെ മെഡിക്കയിലും നമ്മുടെ റെപ്പർട്ടറിയിലും നമ്മുടെ പ്രോഗ്രാംസിൽ, അല്ല കമ്പ്യൂട്ടറൈസ്ഡ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ട്. അത് മറ്റ് ജനങ്ങൾക്ക് അറിയത്തില്ലാത്തതാണ്. അപ്പോൾ അവിടെ നിന്നും
ഈ പറയുന്ന GNM എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ അതിനോട് കൂടി കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ള എനിക്ക് വിശ്വാസമുണ്ട്. അതെന്റെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഹോമിയോപ്പതി കുറച്ചുകൂടി നല്ല രീതിയിൽ എൻ്റെ മുമ്പിൽ വരുന്ന ഒരു പ്രോസ്റ്റേറ്റ് ഇൻഫ്ലമേഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഷോൾഡർ പെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു യൂറിനറി ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ഫാറ്റി ലിവർ ആയിക്കോട്ടെ, ക്രിയാറ്റിനിൻ ഇൻക്രീസ്ഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്യാൻസർ ആണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വിശദീകരണം തരുന്ന ഏക ശാസ്ത്രം ഹോമിയോപ്പതിയിൽ നമുക്ക് തരുന്നില്ല. കാരണം നമ്മൾ പഠിച്ചെടുത്തില്ല. ഒരു റാൻഡം ആയിട്ടുള്ള ഒരു കോസേഷൻ ആണ് അലോപ്പതിയെ പോലെ തന്നെ പറയുന്നത്. അങ്ങനെയല്ല, ഓരോ സ്പെസിഫിക് ഡിസീസിനും ഓരോ സ്പെസിഫിക് കോസേഷൻ ഉണ്ടെന്നും, അങ്ങനെ മൈൻഡ് അല്ലെങ്കിൽ സൈക്കി, മൈൻഡും ബ്രെയിനും ബോഡി അല്ലെങ്കിൽ ഓർഗൻ ഇതൊരു സിങ്ക്രോണസ് ആയിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് ഡോക്ടർ റൈക്കെ ജിയഡ് ഹാമർ ഈ ലോകത്തിന് തന്ന അറിവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ശക്തൻ എന്ന് നമുക്ക് തോന്നി അവരുടെ കൂടെ വേണ്ടാത്തൊരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന അലോപ്പതിയോട് ഒരു എന്നേക്കുമായിട്ടുള്ള ഒരു ഡിവോഴ്സ് ചെയ്തിട്ട് നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഡൈനാമിക് ആയിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന വൈറ്റൽ ഫോഴ്സിന്റെ യഥാർത്ഥമായ അദൃശ്യം പക്ഷെ സത്യം എന്നുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ ബോധമുള്ളവരായിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ഹോമിയോപ്പതി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അദൃശ്യമാണ് ഹോമിയോപ്പതിയുടെ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കുന്ന അയാളുടെ അദൃശ്യമായ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നിന്റെ ഔഷധ മൂല്യം അത് അദൃശ്യമാണ്. അപ്പോൾ ഞാൻ പണ്ട് ക്ലാസ് എടുക്കുമ്പോൾ മ്യാസത്തിന്റെ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഡൈനാമിക്സ് 3 തരത്തിലുണ്ട്. ഇപ്പൊ ഡിസീസ് ഡൈനാമിക്സ് എന്ന് പറയും, നമ്മുടെ ഡിസീസ് ആയിട്ടുള്ള ഡയഗ്നോസിസ് അല്ല ഡൈനാമിക്സ്, അതിൻ്റെ ഉള്ളിലുള്ളതാണ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ അത് തന്നെ ഡിസീസിൻ്റെത് പേഷ്യൻസിന്റെ ഡൈനാമിക്സ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഔഷധത്തിന്റെ ഡൈനാമിക്സ് ഉള്ള ഒരു മെഡിസിനൽ സബ്സ്റ്റൻസ് നമുക്ക് മാത്രമുള്ള സ്വത്താണ്. അപ്പൊ അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് കൊടുത്താൽ മതി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വളരെയധികം മോശമാണ്, അല്ലെങ്കിൽ പോരാ. നമുക്ക് അതിനേക്കാളും കൂടുതൽ ഉയരത്തിൽ പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ജർമ്മൻ ന്യൂ മെഡിസിൻ വായിക്കണം, പഠിക്കണം. അതിന് കാരോളിൻ മർക്കലിന്റെ വെബ്സൈറ്റ് ഉണ്ട്, ഇൽസിദോര ലാക്കറിന്റെ വെബ്സൈറ്റ് ഉണ്ട്, ഡോക്ടർ ഹാമറിന്റെ ഡയറക്റ്റ് ഡിസൈപ്പിൾ ആയിരുന്ന ഒരു ലെക്ചറർ ആയിട്ടുണ്ടായിരുന്ന ഹെൽമുട്ട് പില്ലർ, അദ്ദേഹം മരിച്ചുപോയി. ഡോക്ടർ ഹെൽമുട്ട് പില്ലറിന്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ട്. ധാരാളം ഹോമിയോപ്പതി ഡോക്ടർമാര് രഹസ്യമായിട്ടാണെങ്കിലും ഹോമിയോപ്പതി ഇന്നിപ്പോ വളരെ ആക്സിഡന്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം നടന്നത്. ഡോക്ടർ മിനി മേത്ത ഫ്രം ഡൽഹി, ഐ വാസ് നോട്ട് നോയിങ് ഹെർ, ഐ ഡോണ്ട് റിമെമ്പർ ഹെർ, ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഡോക്ടർ അജിനി അവിടെ ഇരുന്ന് മോഡറേറ്റ് ചെയ്യുവാണ്. അപ്പൊ അദ്ദേഹം എൻ്റെ പേര് പറഞ്ഞു, അജിനി. അപ്പൊ പറഞ്ഞു, അയ്യോ എനിക്ക് ഡോക്ടർ വർഗീസിനെ അറിയാം, കാരണം ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. ഒത്തിരി പേര് ഹോമിയോപ്പതി ഡോക്ടർമാര് GHK വായിക്കുന്നുണ്ട്. എനിക്കറിയില്ല. നാസിക് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാറൂഖ് മോട്ടിവാല അതിൻ്റെ ഒരു പ്രചാരകനാണ്. ഡോക്ടർ ആഷർ ഞങ്ങളുടെ ഒരു മെന്ററാണ്. ഡോക്ടർ മോട്ടിവാല ഞങ്ങളുടെ ഒരു മെന്ററാണ്. ഡോക്ടർ അർച്ചന, ഷീ ഈസ് എ വെരി ഇന്റലിജന്റ് ഗേൾ ഫ്രം ചെന്നൈ, ഹോമിയോപ്പതി ഡോക്ടറാണ്. അങ്ങനെ ധാരാളം ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ ഇക്ബാൽ കുറ്റപ്പുറന്റെ ഒരു ശിഷ്യനാണ്, ആരാധകനാണ് അദ്ദേഹം. പക്ഷെ ഓപ്പൺ ആയിട്ട് വരാനായിട്ട് ധൈര്യപ്പെടാറില്ല. കേരളത്തിൽ തന്നെ ധാരാളം, ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, ഇനിയുള്ള കാലം GNM-ന്റെ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എൻ്റെ ഒരു വളരെ അടുത്തൊരു ക്ലോസ് സുഹൃത്ത് എന്നെ എന്നും വിളിക്കാറുണ്ട്. അദ്ദേഹം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ പറയും, ഞാൻ എല്ലാ ദിവസവും രാവിലെ ഡോക്ടറുടെ വോയിസ് ഓഡിയോ കേട്ടിട്ടാണ് ഞാൻ നടക്കാൻ പോകുന്നത്. എൻ്റെ 440 ഓഡിയോ ക്ലിപ്പിംഗ്സ് ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. ആർക്കെങ്കിലും ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് വന്ന് അത് ഓരോ ദിവസവും ഓരോ ക്ലിപ്പിംഗ് എങ്കിലും കേൾക്കാം. കോവിഡ് സമ്മാനിച്ച വേറൊരു കാര്യമാണത്. അപ്പോൾ അങ്ങനെ ധാരാളം പേര്, ഈ കഴിഞ്ഞ ദിവസം വളരെ ആക്സിഡന്റിലായിട്ട് ഞാൻ അറിഞ്ഞ ഡോക്ടർ ന്യൂട്ടൺ ഫ്രം ഹൈദരാബാദ്, അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഡോക്ടർ പ്രഫുൽ വിജയക്കറിനേക്കാളും മുമ്പിൽ അദ്ദേഹം ജർമ്മനിയിൽ പോയപ്പോൾ GNM കേട്ടു. അന്നു മുതൽ അദ്ദേഹം അലോപ്പതി പ്രാക്ടീസ് നിർത്തി. അദ്ദേഹം ഹോമിയോപ്പതി GNM-ഉം മറ്റു ശാസ്ത്രങ്ങളും അദ്ദേഹം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്.
അങ്ങനെ വളരെ വേഗത്തിൽ, കാരണം എൻ്റെ വീക്കിലി വെബിനാറിന് ഇതുവരെയും ഒരു ഫാക്കൽറ്റിയെ കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചിട്ടില്ല. ഇന്നലെ ഇസ്രയേലിൽ നിന്ന് 3 ഡോക്ടർമാർ, സൈപ്രസിൽ നിന്ന് വേറൊരു ആള് ഞങ്ങളുടെ ക്ലാസ് എടുക്കാനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ റൈന ഷെയ്ഖ്, ഡോക്ടർ ആഷ ഷെയ്ഖിന്റെ ഭാര്യയാണ്. അങ്ങനെ ധാരാളം പേര് വളരെ വേഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കേരളത്തിലെ ഹോമിയോപ്പതി ഡോക്ടർമാരോട് പറയാണ്ട്, ഒട്ടും സമയം കളയരുത്. കാരണം നിങ്ങളെല്ലാവരും നൂറുകണക്കിനായിട്ടുള്ള രോഗികളെ ഓരോ ദിവസവും പരിചരിക്കുന്നവരാണ്. നിങ്ങൾ അറിയണം എന്താണ് പനി, എന്താണ് രോഗം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രോഗം ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അല്ല എങ്കിലും വളരെ ചുരുക്കമായിട്ട് ഈ ജൈവിക നിയമങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഡോക്ടർ ഹാമർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ 19 വയസ്സുള്ള ഒരു മകനെ നഷ്ടപ്പെട്ടു. സാധാരണ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഒരു പിക്നിക്കിന് പുറത്തു പോയതാണ്. ഒരു മെഡിറ്ററേനിയൻ ബീച്ചിൽ വെച്ച് അദ്ദേഹം ഒരു വെടിയേറ്റു. ഡോക്ടർ രാത്രിയിലാണ് അറിയുന്നത് എൻ്റെ മകന് വെടിയേറ്റു എന്ന്. വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ സ്വന്തം കയ്യിലിരുന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അലോപ്പതി ക്യാൻസർ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ഹാമറിന്റെ മകൻ കയ്യിലിരുന്ന് മരണപ്പെട്ടു. അപ്പൊ 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ ടെസ്റ്റിക്കിളിൽ ടെറട്ടോമ ക്യാൻസർ ഉണ്ടായി. അപ്പൊ അന്ന് അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറാണ്. അദ്ദേഹം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ പോയി അദ്ദേഹത്തിന്റെ ടെറട്ടോമ ഓപ്പറേറ്റ് ചെയ്ത് റിമൂവ് ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരു ജർമ്മൻ മൈൻഡ് ആയിരുന്നു. നമ്മുടെ ഡോക്ടർ സാമുവൽ ഹനിമാനെ പോലെ തന്നെ അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി, എന്തുകൊണ്ട് എനിക്കിപ്പോൾ ക്യാൻസർ ഉണ്ടായി? അദ്ദേഹം ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളെ ചികിത്സിച്ചിരുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ ഉണ്ടായി എന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത മെത്തേഡാണ് നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്നത്. നമ്മുടെ മാസ്റ്റർ സാമുവൽ ഹനിമാൻ എങ്ങനെ സിങ്കോണ ബാർക്ക് എടുത്ത് പ്രൂവ് ചെയ്തോ അതേപോലെയുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഡോക്ടർ ഹാമർ സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ആയിരക്കണക്കിനായിട്ടുള്ള ഡോക്ടർ പേഷ്യൻസ് ഉണ്ടായിരുന്നു, ക്യാൻസർ പേഷ്യൻസ്. അപ്പം ഈ പേഷ്യൻസിന്റെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങി ഓരോ രോഗിയും മാനസികമായിട്ട് ഏതെങ്കിലും സംഘർഷത്തിന് വിധേയമായിരുന്നോ എന്ന് അദ്ദേഹം പഠിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 40,000 കേസസ് വെൽ സ്റ്റഡീഡ് ആയിരുന്നു. അതാണ് 30 വർഷത്തോളം എടുത്തിട്ടാണ് അദ്ദേഹം പഠിച്ചത്. നമ്മുടെ മാസ്റ്റർ 12 വർഷത്തിന് ശേഷമാണ് ക്രോണിക് മിയാസംസ് തിയറി ലോകത്തോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഡോക്ടർ റൈക്യജിയത് ഹാമർ അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ മനസ്സിലുണ്ടായ സംഘർഷം, എൻ്റെ മകൻ മരണപ്പെട്ടുള്ള ദുഃഖം, എൻ്റെ ടെസ്റ്റിസിലുണ്ടായ ക്യാൻസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അപ്പൊ അദ്ദേഹം എല്ലാവിധ ക്യാൻസർ രോഗികളെയും പഠിച്ചു. അതിൽ ബ്രസ്റ്റ് ക്യാൻസറും ലങ് ക്യാൻസറും ബോൺ ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും എല്ലാം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് തെളിഞ്ഞ ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ ആണ്. 5 ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ ആയിട്ട് അദ്ദേഹം പുറത്തു വന്നു. അപ്പൊ അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ ക്യാൻസറിന്റെ കാരണം പ്രകൃതി ഡോക്ടർ ഹാമറിനോട് ചോദിച്ചു, നീ ഒരു മകൻ പോയതിന്റെ വിഷമത്തിലല്ലേ നീ കരയുന്നത് അല്ലെങ്കിൽ വിഷമിക്കുന്നത്? നിനക്ക് 1000 മക്കളെ ജനിപ്പിക്കാനുള്ള കഴിവ് ഞാൻ തരാം. ആര്? അമ്മ, പ്രകൃതി മാതാവ് തരാം. എങ്ങനെയാണ്? നിനക്കൊരു മുഴ എവിടെ? ടെസ്റ്റിസില്. എന്താണ് ടെസ്റ്റിസിന്റെ ജോലി? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യണം. എന്തിനാണ് സ്പേം? കുട്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷനെ ദൈവം പ്രാപ്തനാക്കുന്നതാണ് സ്പേംസ്. അപ്പോൾ സ്പേംസിനെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിസില് ഒരു മുഴയുണ്ടായതെന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. ഒരു മുറിവേറ്റ ഒരു ആട്ടിൻകുട്ടി മരണത്തോട് അടുക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന മാതാവിന്റെ ദുഃഖമാണ് നെസ്റ്റ് വറി കോൺഫ്ലിക്റ്റ്. അതാണ് ക്യാൻസറിന് കാരണമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു, ബ്രസ്റ്റ് ക്യാൻസറിന്. കൂടുതൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നില്ല, കാരണം അതിനുള്ള വേദിയല്ല ഇത്. ഞാൻ നിങ്ങളിൽ അല്പമെങ്കിലും ഇത് വായിക്കാനും പഠിക്കാനുമുള്ള ഒരു ത്വര, ഒരു ഇൻട്രസ്റ്റ്, ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ അത് പഠിപ്പിക്കലല്ല. കാരണം അതിനെ പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വേദിയല്ല ഇതെന്ന് എനിക്കറിയാം. ഇതെനിക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഒരു സാങ്ഷൻ ആണ്. അത് വേണ്ട രീതിയിൽ നിങ്ങൾ ആണ് പഠിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും IFPHന്റെ ഭാരവാഹികളോട് നന്ദിയുള്ളവനാണ്. കാരണം 4 വർഷം കഴിഞ്ഞപ്പോൾ ആണ് ഇന്ന് എനിക്ക് ഇൻവിറ്റേഷൻ വന്നത്. അതുകൊണ്ടാണ് ഞാനത് സന്തോഷം കാണുന്നത്. അപ്പം നമുക്ക് 5 ബയോളജിക്കൽ ലോസിലേക്ക് പോകാം. ആദ്യമായിട്ട് പറയട്ടെ, ഒരു റെവല്യൂഷനാണ്
ഒരു പാരഡൈം ഷിഫ്റ്റ് ആണ്. ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യം എന്ന് പറയുന്ന ഏതൊക്കെ രീതിയിൽ വികലമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഒരു ശാസ്ത്രം അതിൻ്റെ ഫാർമ ബിസിനസ്സിന് വേണ്ടി മാത്രം പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ അക്ഷരാഭ്യാസമില്ലാത്ത രീതിയിൽ, അതായത് ആരോഗ്യത്തിന്റെ ABCD പോലും അറിയത്തില്ലാത്ത ഭൂരിപക്ഷം വരുന്ന ഇഡിയറ്റ്സ് എന്ന് പണ്ട് ഗ്രീസിൽ വിളിക്കുമായിരുന്നു. അതായത് 90% മറ്റോ people are idiots. They simply follow what others speak, and there are very few people who are the citizens who decides what is to be done. ഇന്ന് അതിനേക്കാളും ഒക്കെ ചുരുക്കമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഇരുന്നിട്ടാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ ഘോരഘോരം ഇവിടെ അടച്ചിട്ട മുറികളിൽ ധാരാളം ക്ലാസ്സുകളിലൂടെ പറയാറുണ്ട്. പക്ഷെ അതിന് എന്താണ് വേണ്ടതെന്ന് പലപ്പോഴും ഇതുപോലെ തന്നെ മുറുമുറുക്കുക, ഇരുന്ന് കുറ്റം പറയുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ അതിനുള്ള അറിവുണ്ട്. അത് അറിവ് വേണ്ട രീതിയിൽ പ്രകടിപ്പിച്ചാൽ മതി. അപ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ശ്രമം, അതായത് ഹോമിയോപ്പതിയിലെ 30ാമത്തെ പൊട്ടൻസിയിൽ ഞങ്ങൾ നാനോ പാർട്ടിക്കിൾസ് കണ്ടു എന്നല്ല നിങ്ങൾ പറയേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ടില്ല എന്ന് പറയാനായിട്ടാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ കാണാത്തതുണ്ട് എന്ന് പറയുന്നത് ഉള്ള വിശ്വാസമായിരിക്കണം ഹോമിയോപ്പതിക്കാരൻ്റെത്. അല്ലാതെ ഇത് കണ്ടാൽ മാത്രമേ ഉള്ളൂ, മൈക്രോസ്കോപ്പിൽ വെച്ചാൽ മാത്രമേ ഉള്ളൂ, അത് ഭൗതികമായിട്ടുള്ള അറിവാണ്. ഈ ലോകം ഭൗതികമല്ല, അല്ലെങ്കിൽ ഈ മനുഷ്യൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യൻ, അവൻ്റെ ശരീരം മാത്രമാണ് അവൻ്റേത് എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ ഒരിക്കലും ഈ ജനങ്ങൾ, ആഴത്തിൽ പഠിക്കുന്ന ജനങ്ങൾ ഇഷ്ടപ്പെടത്തില്ല. അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് യഥാർത്ഥമായിട്ടുള്ള ആരോഗ്യം, രോഗം, സൗഖ്യം ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ക്ലാസ് മുമ്പോട്ട് പോകുന്നത്. ഡിസീസസ് ആർ റാൻഡം ഒക്കറൻസസ് എന്നാണ് നമ്മളോട് മെഡിക്കൽ സയൻസ് പറയുന്നത്. നമ്മൾ അതിനെ മേയാസം പറയാറുണ്ടെങ്കിലും നമ്മൾ പ്രാക്ടിക്കലായിട്ട് പറയുമ്പോൾ എന്തുകൊണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായി, പക്ഷെ എന്തുകൊണ്ട് ബോൺ ക്യാൻസർ ഉണ്ടായില്ല എന്ന് അറിയത്തില്ല. ഇപ്പൊ എന്തുകൊണ്ട് 3 മാസം മുമ്പ് ബ്രസ്റ്റിൽ ലംബ് ഉണ്ടായി എന്ന് ഉള്ള വിശദീകരണം നമ്മൾ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റിൽ ട്യൂമർ ഉണ്ടായി എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് അറിയത്തില്ല. എന്തുകൊണ്ടാണ് അത് ഗ്ലാൻഡുലാർ ക്യാൻസർ അല്ല, അത് ഡക്റ്റൽ ക്യാൻസർ ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ പഠിപ്പിച്ചത് ഡോക്ടർ ഹാമറാണ്. അപ്പോൾ റാൻഡം ഒക്കറൻസ് ഓഫ് ഡിസീസസിനെ ചലഞ്ച് ചെയ്തിട്ട് അങ്ങനെയല്ല, എല്ലാം നാച്ചുറൽ ബയോളജിക്കൽ റെസ്പോൺസ് ടു സ്പെസിഫിക് ഇമോഷണൽ കോൺഫ്ലിക്ട്സ്. വളരെ കൃത്യമായ ഇമോഷണൽ കോൺഫ്ലിക്ട്സിന് വളരെ കൃത്യമായ റെസ്പോൺസ് ആണ്. അത് ബയോളജിക്കലാണ്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല രോഗം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള റെവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം കാലം നമ്മൾ അലോപ്പതി രീതിയിൽ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് പനി താഴ്ത്തേണ്ടതെന്നാണ് നമ്മുടെ ചർച്ച. എങ്ങനെയാണ് BP കുറയ്ക്കേണ്ടതെന്നാണ് നമ്മുടെ ചർച്ച. എന്തുകൊണ്ടാണ് ഷുഗർ കുറയ്ക്കേണ്ടതെന്നാണ്. എങ്ങനെ ക്രിയാറ്റിൻ കുറയ്ക്കാം, എങ്ങനെ തൈറോയ്ഡ് ശരിയാക്കാം, എന്തുകൊണ്ടാണ് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ വരുന്നത്, എന്തുകൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ വരുന്നത്, അല്ല ഹൈപ്പർ തൈറോയിഡിസം വരുന്നത്, ഹൈപ്പോ തൈറോയിഡിസം, ഇത് നമുക്ക് അറിയത്തില്ല. നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ പഠിച്ചിരിക്കുന്ന അലോപ്പതി രീതിയാണ്. അങ്ങനെയല്ല. എല്ലാ രോഗങ്ങളും 100% ഓഫ് ദി ഡിസീസസ് ആർ ഡ്യൂ ടു വൺ ഓർ അതർ കോൺഫ്ലിക്ട്സ് ഹാപ്പനിങ് ഇൻ ദി സൈക്കിക് ലെവൽ. അപ്പോൾ കൺവെൻഷണൽ മെഡിസിൻ അല്ലെങ്കിൽ സോ കോൾഡ് മോഡേൺ മെഡിസിൻ പറയുന്ന എല്ലാ അവരുടെ ശാസ്ത്രരംഗത്തെക്കുറിച്ചും ഒരു ചലഞ്ച് ആണ് ഡോക്ടർ ഹാമർ, അദ്ദേഹം ഒരു അലോപ്പതി ഡോക്ടറായിട്ട് നടത്തിയത്. അതിന്റെ ഫലം എന്തായിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. ധാരാളം പ്രാവശ്യം അദ്ദേഹത്തെ ജയിലിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എതിർപ്പൊന്നും സത്യം വിളിച്ചു പറയുന്നവർക്ക് പ്രശ്നമല്ല. ഒരു പ്രവാചകനും തൂക്കിക്കൊന്നിട്ടുണ്ട്, തിളച്ച എണ്ണയിൽ മുക്കിക്കൊന്നിട്ടുണ്ട്. എപ്പോഴൊക്കെ സത്യം പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സത്യം പറയാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും പേടിച്ചിട്ട് സത്യം പറയാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നിട്ട് പോകേണ്ട കാര്യമല്ല. നമ്മൾ പറയേണ്ടത് പറയുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം GNM-ൽ പറയുന്നത്, വി ഹാവ് ഗോട്ട് ആൻ ഇന്നേറ്റ് കപ്പാസിറ്റി ടു ഹീൽ അവർസെൽഫ്. നമ്മുടെ ബോഡിക്കുള്ളിൽ തന്നെ നമ്മളെ സുഖപ്പെടുത്താനുള്ള കഴിവുണ്ട്. അതിന്റെ പ്രകടനമാണ് എല്ലാ ലക്ഷണങ്ങളും. അല്ലാതെ രോഗം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ചർച്ചകളിലും ഞാൻ കേൾക്കുന്നതാണ്, രോഗത്തെ എങ്ങനെ ഇല്ലാതെ ചെയ്യണം,
എങ്ങനെ ഷുഗർ താത്തണം, എങ്ങനെ BP കുറയ്ക്കണം, എങ്ങനെ തൈറോയിഡ് ഹൈപ്പോതൈറോയിഡ്സ് ആണ്, എങ്ങനെ നമ്മൾ TSH കുറയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചർച്ചകൾ വരുന്നത്. അങ്ങനെയല്ല, വൈ TSH ഇൻക്രീസ്, വൈ ക്രിയാറ്റിൻ ഹൈ, വെദർ ക്രിയാറ്റിൻ ഈസ് ഗുഡ്, ഇങ്ങനെയുള്ള വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള നോളജാണ് നമുക്ക് GNM-ലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാതെ ഇഗ്നോർ ചെയ്യരുത്, നിഗ്ലക്റ്റ് ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ ഫസ്റ്റ് ബയോളജിക്കൽ ലോയിലാണ് ഇത് പറയുന്നത്. അതിനെ അദ്ദേഹം വിളിച്ചത് അയൺ റൂൾ ഓഫ് ക്യാൻസർ എന്നാണ്. കാരണം എല്ലാ രോഗങ്ങളും അതിനെ അദ്ദേഹം വിളിച്ചത് സിഗ്നിഫിക്കൻറ്റ് അൺഎക്സ്പെക്റ്റഡ് ഇമോഷണൽ കോൺഫ്ലിക്റ്റ്. അതായത് വളരെ സ്പെസിഫിക് ആയിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം, വളരെ സ്പെസിഫിക് ആണ്. ആ കോൺഫ്ലിക്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആണ്. ആ ഇമോഷണൽ കോൺഫ്ലിക്റ്റ് നമ്മുടെ ബ്രെയിൻ ആണ് മീഡിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു രോഗം വരുമ്പോഴും നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് മോഡേൺ മെഡിസിൻ നമ്മളോട് പറയുന്നില്ല. അതിനുശേഷമാണ് നമ്മുടെ ബോഡിയിൽ, അല്ലെങ്കിൽ തേർഡ് ആയിട്ട് ബോഡി കാണുന്നു എന്നുള്ളതുകൊണ്ട് ബോഡിയിലുള്ളതല്ല രോഗം. ഹാർട്ട് അറ്റാക്ക് നമ്മൾ കൊറോണറി ആർട്ടറി വെസൽസിലാണ് പറയുന്നതെങ്കിലും അതിനൊരു കാർഡിയാക് സെന്റർ ഉണ്ട്, അവിടെയാണ് വരുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ മജോറിറ്റി ഓഫ് ദി ഹാർട്ട് അറ്റാക്സ്, സോ കോൾഡ് കൊറോണറി ആർട്ടറി ഡിസീസ്, അതിൽ ബ്ലോക്കേജ് ഇല്ല. സോ ബ്ലോക്കേജ് തിയറി ഈസ് എ ഫേക്ക് തിയറി. അങ്ങനെ ഫേക്ക് തിയറികളുടെ ഉള്ള ഒരു സകലമാന കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇമോഷണൽ ഷോക്ക് ആണ് ഒരു ബയോളജിക്കൽ റെസ്പോൺസ് ട്രിഗർ ചെയ്യുന്നത്, കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് വരുന്ന എല്ലാ ചേഞ്ചസും, കാരണം നമ്മുടെ ഓരോ കോശങ്ങളും, ഓരോ ടിഷ്യൂവും, ഓരോ ഓർഗനും, ഓരോ സിസ്റ്റവും അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി ബ്രെയിൻ, ആൻഡ് ബ്രെയിൻ ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി മൈൻഡ്, so called psyche of Dr. Hamer. So റാൻഡം ആയിട്ടുള്ള കോസേഷൻ ആണ് ഡോക്ടർ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ പറയുന്നത്. അത് എല്ലാത്തിനെയും റിഫ്യൂട്ട് ചെയ്യുകയാണ് ഡോക്ടർ ഹാമർ, ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് എൻ അലോപ്പതിക് ഡോക്ടർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടർ. അപ്പോൾ എന്താണ് ശരിക്കും രോഗങ്ങൾ? ദേ ആർ ദി മീനിങ് ഫുൾ ബയോളജിക്കലി പ്രോഗ്രാംഡ് റെസ്പോൺസസ് ടു സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സ്. എല്ലാ ഡിസീസും, അതിന് എക്സെപ്ഷൻ ഒന്നുമില്ല. 100% രോഗങ്ങൾ. എക്സെപ്ഷൻ അദ്ദേഹം 3 തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ പോലും നാച്ചുറൽ ഡിസീസ് എന്ന് വിളിക്കാറില്ല. അത് 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ട്രോമ, ഇഞ്ചുറി, ആക്സിഡന്റ്. നമ്പർ 2 ടോക്സിൻസ്, പോയ്സണിങ്സ്. അത് ടോക്സിൻസ് ക്യാൻ ബി ഫിസിക്കൽ, ദാറ്റ് മീൻസ് കെമിക്കൽ പോയ്സണിങ് ആകാം, അനിമൽ പോയ്സണിങ് ആകാം, എല്ലാ ടോക്സിൻസും. പിന്നെ മാൾന്യൂട്രീഷൻസ്, നമ്മുടെ ന്യൂട്രിയൻസ് ഏതെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന രോഗാവസ്ഥകളും ഒന്നും ഈ പറയുന്ന സൈക്കിക് റീസൺ കൊണ്ടാകണമെന്നില്ല. അലോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ജെനറ്റിക് 2000 ഞാൻ വളരെയധികം ആഘോഷിച്ചൊരു ദിവസമാണ്. രോഗങ്ങളുടെ രഹസ്യം കണ്ടുപിടിച്ചു, ജീനോം, ബുക്ക് ഓഫ് ജീനോം ഓപ്പൺ ആയി, ഇനിയുള്ളതെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചു. അറിയത്തില്ലാത്ത എല്ലാ കാരണങ്ങളും ജീൻസിലേക്ക് വിട്ടു. നമ്മളും നമ്മൾ പ്രചരിപ്പിച്ചപ്പോഴത്തേക്കും നമ്മൾ ഈ ജെനറ്റിക്, ഈ ഹെലിക്കൽ ഇതുണ്ടല്ലോ, ലാഡർ പോലെയുള്ള സാധനങ്ങളിലുള്ളതെല്ലാം DNA, അതെല്ലാം വരച്ച് നമ്മൾ ഭയങ്കര സയന്റിഫിക് ആയിട്ട് കൊട്ടിഘോഷിച്ചു. പക്ഷെ നമ്മളുടെ മനസ്സ് കൂടുതൽ ഈ ജെനറ്റിക് തിയറിയിലേക്ക് പോയി. വേറാസ് ഇറ്റ് ഈസ് നോട്ട് ദി റിയൽ തിങ്. മൈൻഡ് കഴിഞ്ഞിട്ടാണ് DNA-യിലും RNA-യിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരുന്നതെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. നമ്മുടെ രോഗങ്ങളെ വിശദീകരിക്കുമ്പോൾ ആ രീതിയിൽ എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇൻഫെക്ഷൻ, അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്നെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന കാര്യമാണ്. ഒരു വൈറസും, ഒരു ബാക്ടീരിയയും, ഒരു ഫംഗസും, അത് മൈക്രോബാക്ടീരിയ ആയിക്കോട്ടെ, ഒരാളെയും രോഗിയാക്കത്തില്ല എന്ന് പറയുന്നതാണ്. ഇൻഫെക്ഷനിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ GNM ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് അത് നിങ്ങൾ തീരുമാനിക്കണം. അത് ഹാനിമാൻ പറഞ്ഞതിൽ എവിടെയാണ് വൈറസ് കയറി അറ്റാക്ക് ചെയ്യുമെന്നുള്ളത് ഒക്കെ വിശദമായിട്ട് പഠിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, എന്തെല്ലാം രോഗങ്ങളാണ്? പൂവർ ഡയറ്റും, എക്സസൈസിന്റെ ഡെഫിഷ്യൻസി, സ്മോക്കിങ്ങും, ആൽക്കഹോൾ കൺസംഷനും, സ്ട്രെസ്സും എല്ലാം പറയുന്നതെടുത്ത് അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മുടെ ഹോമിയോപ്പതിയിലില്ല. അത് അലോപ്പതിക്കാരുടെ കണ്ടുപിടുത്തമാണ്. നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ലാത്ത എല്ലാത്തിനെയും അങ്ങനെ ഒരു കാറ്റഗറിയിൽ. അടുത്ത കാറ്റഗറി നമ്മളും വിശ്വസിക്കുന്ന എക്സ്പോഷർ ടു ടോക്സിൻസ്, പൊല്യൂഷൻ, റേഡിയേഷൻ, ഹാർംഫുൾ സബ്സ്റ്റൻസസ്. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടൊരു ഒരു കൂട്ടുകറി. അതായത് ജനറ്റിക്കും ആകാം, എൻവയൺമെന്റിലും ആകാം, ലൈഫ് സ്റ്റൈലും ആകാം. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം തിയറി ഡോക്ടർ റെഫ്യൂട്ട് ചെയ്യുവാണ്, ഡോക്ടർ ഹാമർ റെഫ്യൂട്ട് ചെയ്യുവാണ്. അതുപോലെ ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോണിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ പ്രശ്നം തീരുമെന്നാണ് തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടെന്ന് 2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ തീരുന്നതാണ് ഈ വക എക്സ്പ്ലനേഷൻസ് എല്ലാം.
ഇപ്പൊ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി സൈക്കിക് റീസണിൽ ഔട്ട്സൈഡ് ആണ് നിൽക്കുന്നത്. ട്രോമ ഞാൻ പറഞ്ഞു. ഏജിങ് ഈസ് എ നാച്ചുറൽ ഫിനോമിന. അതുകൊണ്ട് രോഗം വരുമെന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കാനാവാത്ത ഒരു 100 കൂട്ടം രോഗങ്ങളെ ഏജിങ്ങിന്റെ കാറ്റഗറിയിൽ അക്കൗണ്ടിലേക്ക് എഴുതുകയാണ്. ഇൻക്ലൂഡിങ് ഡിമെൻഷ്യ, അൾഷൈമേഴ്സ്. ഒന്നുമല്ല, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഓസ്റ്റിയോപൊറോസിസ്, അല്ലെങ്കിൽ ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. അതെല്ലാം ഏജിലേക്കാണ്. വയസ്സായില്ലേ എന്ന് പറഞ്ഞിട്ട് മനുഷ്യര് അങ്ങ് കൊണ്ടു നടക്കുകയാണ്. അതായത് 50 വയസ്സ് കഴിയുമ്പോൾ തുടങ്ങും, വയസ്സായില്ലേ. 60 കഴിയുമ്പോൾ തുടങ്ങും, വയസ്സായി, ഇനി കിട്ടുന്നതെല്ലാം ബോണസാണ്. 70 വയസ്സാകുമ്പോൾ പറയും, അങ്ങനെ തന്നെ പറയും. നമ്മൾ എവിടെയെങ്കിലും പോയി ബ്ലഡ് പരിശോധിക്കണം. ബ്ലഡ് പരിശോധിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് പിന്നെ അതും വെച്ച് നടക്കുകയാണ്. തുറന്നു പറയട്ടെ, എൻ്റെ ബ്ലഡിലുള്ള കണ്ടൻസ് ഒന്നും ഞാൻ നോക്കാറില്ല. എനിക്ക് 71 വയസ്സായി. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺവെൻഷണൽ മെഡിസിൻസ് ട്രീറ്റ് സിംറ്റംസ് ആൻഡ് മാനേജസ് ദി ഡിസീസ്, നോട്ട് അഡ്രസ്സിങ് ദി അണ്ടർലൈങ് കോസസ്. എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തമായ അഭിപ്രായം എൻ്റെ ശ്രോതാക്കൾക്ക് ഉണ്ടാകുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ തർക്കിക്കാനായിട്ടല്ല വരുന്നത്, ആരെയും ബോധ്യപ്പെടുത്താനുമല്ല. നിങ്ങൾ പഠിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുവാണെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യത്തിനും, അത് പോട്ടെ, ജനങ്ങളുടെ ആരോഗ്യത്തിനും മുമ്പായിട്ട് നിങ്ങൾ ചിലപ്പം ക്ലയൻസ് എന്നെ സ്വീകരിക്കുന്ന ഡോക്ടേഴ്സ് ആകണമെന്നില്ല, കൺസൾട്ടന്റ് ആകണമെന്നില്ല, തെറാപ്പിസ്റ്റ് ആകണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്കുണ്ടല്ലോ കുട്ടികൾ, പ്രായമായിട്ടുള്ള അമ്മ, അച്ഛന്മാര്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ, ഭർത്താവ്, ഭാര്യ, അവരുടെ ആരോഗ്യമെങ്കിലും ആദ്യം എടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഫസ്റ്റ് യു ടേക്ക് കെയർ ഓഫ് യുവർ ഓൺ ഹെൽത്ത്, then your dear and near ones, and if you have got money, energy, time, then you take care of the health of other people. അപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ വേറെ രക്ഷയില്ല, അവരുടെ പ്രൊഫഷൻ തന്നെ മറ്റുള്ളവരെയാണ്. സെക്കൻഡ് ബയോളജിക്കൽ ലോസിലേക്ക് പറയുവാണെങ്കിൽ അത് 2 phase ആണ്. എല്ലാ രോഗങ്ങൾക്കും 2 ഘട്ടമുണ്ടെന്നുള്ളത് വലിയൊരു കണ്ടുപിടുത്തമാണ് ഡോക്ടർ ഹാമറുടെ. അതിന് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്, അതായത് ഒരു കോൺഫ്ലിക്റ്റ് ഷോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യുന്നത് വരെയുള്ള ഘട്ടത്തിനാണ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൽ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ട്രെസ്, സിമ്പത്തിക് ഓർ ടോണിക് പ്രൊഡോമിനൻസ് ആയിരിക്കും ഉണ്ടാകുന്ന, വിശപ്പ് നഷ്ടപ്പെടും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അങ്ങനെ ബോഡി പയ്യെ അഡാപ്റ്റ് ചെയ്യും ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാനായിട്ട്. റിസോൾവ് ചെയ്തില്ലെങ്കിൽ നമ്മളത് ക്രോണിക് ആയിട്ട് മാറും. അപ്പോഴേ നമ്മൾ അതിനെ ട്രാക്ക് എന്ന് പറയും. ഒരു ട്രാക്കിൽ നമ്മൾ പോവുകയാണ്, അതിന് കണ്ടീഷൻസ് ഉണ്ട്, അങ്ങനെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി if at all it has got a resolution, നമുക്ക് ആ കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇൻഫ്ലമേഷൻ, പനി, ക്ഷീണം. എല്ലാ കാര്യത്തിലും ഓർക്കേണ്ടത് നമ്മൾ ബോഡിക്ക് റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടപ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ, അപ്പോഴാണ് നമുക്ക് ക്ഷീണം തോന്നുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സിംറ്റംസ് എല്ലാം, റെഡ്നെസ്, കളർ, റൂബർ, ഡോളർ, ട്യൂമർ, പ്ലസ് നമ്മുടെ മൂവ്മെന്റിലുള്ള റെസ്ട്രിക്ഷൻസ്, ഇങ്ങനെയുള്ള എല്ലാം വരുന്ന ഹീലിംഗ് സിംറ്റംസ് ആണ്. അതിനൊന്നും മരുന്ന് വേണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം തെറ്റായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ മനസ്സിലാക്കും. പനിയായാലും ടെമ്പറേച്ചർ കൂടുന്നു, ക്ഷീണം കൂടുന്നു. പണ്ടൊക്കെ നമ്മൾ ടോണിക് കൊടുക്കുമായിരുന്നു, ഇന്ന് ക്ഷീണം മാറാനായിട്ട് നമ്മൾക്കിടയിൽ മെഡിസിൻ ഉണ്ട്. ശരിയാണ്, മെഡിസിൻ ഏത് സ്റ്റേജിലും ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജിൽ കൊടുക്കാം, കോൺഫ്ലിക്റ്റ് ഹീലിംഗ് സ്റ്റേജിൽ കൊടുക്കാം. കോൺഫ്ലിക്റ്റ് ഹീലിംഗ് സ്റ്റേജിന് 2 ഘട്ടമുണ്ട്, PCLA എന്നും B എന്നും പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു എപ്പി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. എപ്പി ക്രൈസിസ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു എപ്പിലെപ്റ്റോഡ് ക്രൈസിസ്. അത് എപ്പിലെപ്സി ആയിട്ട് ബന്ധമുണ്ട്. ഞാൻ എൻ്റെ സമയം തീർന്നു പോവുകയാണ്. അതുകൊണ്ട് 3ാമത്തെ ലോയിലേക്ക് പോവുകയാണ്, ഒണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് ട്യൂമേഴ്സ്. അതായത് എല്ലാ ക്യാൻസർ പോലെയുള്ള എല്ലാ മുഴകളും ഉണ്ടാകുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നു. അതായത് അതിൻ്റെ എംബ്രിയോണിക് ലേയേഴ്സ്, അതിൽ എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. മീസോഡേം ഒക്കെ അഗൈൻ ഡിവൈഡ് ടു ഓൾഡ് മീസോഡേം ആൻഡ് ന്യൂ മീസോഡേം. അപ്പോൾ ഈ 4 ലെയറുകളിൽ നിന്ന്, അല്ലെ പ്രൈമോഡിയൽ ആയിട്ട് പറയാൻ 3 ലെയറുകളിൽ നിന്നാണ് നമ്മുടെ എല്ലാ കോശങ്ങളും, എല്ലാ ടിഷ്യൂകളും, എല്ലാ ഓർഗൻസും, എല്ലാ സിസ്റ്റം എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ ടിഷ്യൂകളും ഉണ്ടായിരിക്കുന്നു. കാരണം ഒരു സിസ്റ്റത്തിൽ തന്നെ എല്ലാ വിധത്തിലുള്ള എൻഡോഡെർമൽ ഡിറൈവ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ 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 സയന്റിഫിക് ആയിട്ടുള്ള നോളജാണ് അദ്ദേഹം തന്നിരിക്കുന്നത്. ഇത് ക്യാപ്സ്യൂളൊന്നുമില്ല, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ 15 വർഷമായി, ഇന്ന് ഞാൻ പഠിക്കുകയാണ്. വളരെ വളരെ 2013 അപ്പം
11 വർഷമായിട്ട് ഞാൻ പഠിക്കുകയാണ്, പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും ഞാൻ പഠിപ്പിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പഠിപ്പിക്കുമ്പോൾ ഞാനും പഠിക്കും, മറ്റുള്ളവരും പഠിക്കും. സാറേ, നാലാമത്തെ ലോ, ബയോളജിക്കൽ ലോ. നമുക്ക് ഒരു ക്ലാസ് കൂടെ വെക്കാൻ പറ്റുമോ സാറേ? അല്ല, ഞാനല്ലോ തീരുമാനിക്കുന്നത്, ഞാൻ എന്നും തയ്യാറാണല്ലോ. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 4 വർഷം കൂടിയിട്ട് ഇന്നാണ് എനിക്കൊരു വേദി കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ആഘോഷിക്കുകയാണ്. നാലാമത്തെ ലോയിലേക്ക് പോവുകയാണ്. നാലാമത്തെ ലോ, ഇറ്റ്സ് ഒണ്ടോജനറ്റിക് സിസ്റ്റം ഓഫ് മൈക്രോബ്സ്. മൈക്രോബ്സിന് പോലും നമുക്ക് ത്രെഷോൾഡ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. കാരണം ചില ടിഷ്യൂകളിൽ മൈക്രോബ്സിൽ വൈറസ് മാത്രമേ ഉണ്ടാവൂ, ചില ടിഷ്യൂകളിൽ ബാക്ടീരിയ മാത്രമേ ഉണ്ടാവൂ, ചില ടിഷ്യൂകളിൽ മൈക്രോ ബാക്ടീരിയ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്കറിയത്തില്ല. എന്തുകൊണ്ടാണ് മൂക്കിൽ വൈറസ് വരുന്നത്? എന്തുകൊണ്ട് നമ്മുടെ യൂട്രസിൽ വൈറസ് ഇല്ല? യൂട്രസിൽ ഉണ്ട്, അത് ഇതിൽ മാത്രമാണ്, സാക്കില്, നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ നമ്മൾ വിചാരിച്ചു സ്റ്റെറൈൽ ആണെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴേ മനസ്സിലാക്കി അതിൻ്റെ അകത്തൊക്കെ അണുക്കളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോ ഓരോ ശരീരഭാഗങ്ങളിലും ഗോഡ് ഡിസൈൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഡിസൈൻഡ് ആയിട്ടുള്ള രീതിയിൽ ത്രെഷോൾഡ് ഉണ്ട്. ഇന്നടത്ത് സ്കിന്നിൽ ഒരിക്കലും നമ്മൾ എന്താ പറയുക, എൻഡോഡേം ഡിറൈവ്ഡ് അല്ല. കാരണം സ്കിൻ ഈസ് എക്ടോഡേം ഡിറൈവ്ഡ്. അതുപോലെ തന്നെ ഡെർമിസ് എന്ന് പറയുന്ന മീസോഡേം ഡെറിവേറ്റീവ്സ് ആണ്. അതുകൊണ്ട് അവിടെയൊക്കെ പ്രത്യേക ബാക്ടീരിയകളെ, വൈറസിനെ ഇട്ടിട്ടുണ്ട്. അവർ മാത്രമേ അവിടെ പണിക്കാരായിട്ടുള്ളൂ, അവർ മാത്രം ചെയ്യും. ഇനി ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മൈക്രോബ്സിന് ദൈവം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ നേച്ചർ കൊടുത്തിട്ടുള്ള ജോലിയുണ്ട്. ഒന്നുകിൽ അത് രോഗത്തിനെ, ട്യൂമറുകളെ തകർക്കാൻ, ഇല്ലാതെയാക്കാൻ, ട്യൂമറുകളെ നശിപ്പിക്കാൻ, അല്ലെ ട്യൂമറുകളെ അതിന്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ വേറൊരിടത്ത് ട്യൂമറുകൾ ബിൽഡപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ടിഷ്യൂവിനെ റിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ബയോളജിക്കലായിട്ട് വളരെയധികം ഫങ്ഷണാലിറ്റി ഉള്ള കാര്യമാണ്. അല്ലാതെ യൂസ്ലെസ് ആയിട്ടുള്ള, തല്ലിക്കൊല്ലേണ്ട, കൊന്നുകളയേണ്ട ജീവികളല്ല നമ്മുടെ ശരീരത്തിലുള്ള അണുക്കൾ എന്ന് ഡോക്ടർ ഹാമർ വളരെ സയന്റിഫിക് ആയിട്ട് നമ്മളോട് പറയുകയാണ് ചെയ്യുന്നത്. 5ാമത്തെ ലോ, 5 ബയോളജിക്കൽ ലോസ് ആണല്ലോ എന്ന് പറഞ്ഞു. 5ാമത്തെ ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വിൻറ്റെസൻസ് ആണ്, അല്ലെങ്കിൽ സംക്ഷിപ്തമാണ്, അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ള അറിവാണ് ചെയ്യുന്നത്. അതിൽ ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു, ഡിസീസസ് ആർ ആക്ച്വലി മീനിങ് ബയോളജിക്കൽ പ്രോഗ്രാംസ് ഓഫ് നേച്ചർ. ഇതൊരിക്കലും മറന്നേക്കരുത്, മീനിങ് ബയോളജിക്കൽ പ്രോഗ്രാംസ് ഓഫ് നേച്ചർ. ഇന്നത്തെ തലമുറയ്ക്ക് പ്രോഗ്രാം എന്ന് പറയുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ട് ആവശ്യമില്ല. കാരണം പ്രോഗ്രാം ഈസ് ഡിസൈൻഡ് ബൈ ഹൂം? ബൈ ഗോഡ് ഓർ നേച്ചർ. നമുക്ക് നേച്ചർ വരെ പോകാം. പക്ഷെ ഒരു കാര്യം മറന്നേക്കരുത്, ഡോക്ടർ ഹാമർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ഏത് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യണമെങ്കിലും അതിന് 2 തലമുണ്ട്. ഒന്ന് സൈക്കിക് റെസൊല്യൂഷൻ. നിങ്ങൾക്ക് മാനസികമായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലായാൽ എന്തുകൊണ്ട് ഒരാൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് പറയാൻ പറ്റും. പക്ഷെ ഒരാളോട് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ അയാളെ റിസോൾവ് ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ ലെവലിലേക്ക് പോകണം. ഇന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിന്ന് ധാരാളം രോഗികൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട്. അവിടെയൊക്കെ കേസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ സങ്കടം ഉണ്ടാവും. കാരണം അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ആണ്. അതിൻ്റെ അകത്ത് ക്യാൻസർ ഉണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു അലോപ്പതി ഡോക്ടർ, ക്യാൻസർ രോഗികൾ, അദ്ദേഹത്തിന് അറിയത്തില്ല, ഓപ്പറേഷൻ എല്ലാം ചെയ്ത് സബ് ടോട്ടൽ ഗ്യാസ്ട്രക്ടമി ചെയ്തതിന് ശേഷം അയാൾക്ക് ഇന്നും അറിയത്തില്ല എന്തുകൊണ്ടാണ് അയാൾക്ക് ഉണ്ടായത്. സോ ഇറ്റ്സ് എ ടെറിട്ടോറിയൽ ആങ്കർ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയത്തില്ല. അത് നമുക്ക് GNM പഠിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളോ വല്യപ്പനോ വല്യമ്മയോ ഒക്കെ ക്യാൻസർ ബാധിച്ചെങ്കിൽ ഏത് ഭാഗത്താണ് ക്യാൻസർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ കാരണങ്ങൾ അറിഞ്ഞിട്ട് എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യം ചെയ്യാൻ സാധിക്കും. ഞാൻ ശരിയാണ്, അംഗീകരിക്കുന്നു. അതായത് ഇന്നും കൂടെ എനിക്കുണ്ടായ അനുഭവമാണ്. അല്ല, ഇന്നലെ രാത്രി അപ്പനോടും അമ്മയോടും ഞാൻ അമ്മയോട് ഞാൻ ക്ഷമിക്കത്തില്ല, അപ്പൻ മരിച്ചുപോയി. അമ്മയോട് ഞാൻ ക്ഷമിക്കത്തില്ല, വളരെ സില്ലി ആയിട്ടുള്ള കാരണങ്ങൾ. പക്ഷെ അയാൾ വളരെയധികം സീരിയസ്ലി സിക്കാണ്. മരിച്ചാൽ പോലും അമ്മയോട് ക്ഷമിക്കത്തില്ല എന്ന് പറയുന്ന മനുഷ്യരുള്ള ഒരു ലോകത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ നിങ്ങളുടെ രോഗത്തിന്റെ ആരംഭം മുതലേ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിന് പരിഹാരം നൽകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ക്യാൻസർ, ഞാൻ ഒരു സെന്റൻസ് കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പറയാമോ? അതായത് ഈ എവല്യൂഷന്റെ ഭാഗമായിട്ട്, ഈ പരിണാമത്തിന്റെ ഘട്ടത്തിലൂടെ കടന്നു വന്ന മനുഷ്യന് ഏതോ ഒക്കെ കാലങ്ങളിൽ, അമീബ ആയിരുന്നപ്പോഴാവാം,
കരയിലേക്ക് ജീവിച്ചപ്പോഴാകാം, മത്സ്യമായപ്പോഴാവാം, റെപ്റ്റൈൽ ആയപ്പോഴാവാം, മങ്കി ആയപ്പോഴാവാം, മനുഷ്യനായപ്പോഴ അത് വിശ്വസിക്കാത്ത ഒത്തിരി പേരുണ്ട്. എന്തായാലും ഹാനിമാൻ അല്ല ഡോക്ടർ ഹാമർ വളരെയധികം എവല്യൂഷനിൽ വിശ്വസിക്കുന്ന ആളാണ്. എവല്യൂഷൻ, എംബ്രിയോളജി, ഇങ്ങനെ രണ്ട് അടിസ്ഥാന ശാസ്ത്രത്തിൽ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഈ മനുഷ്യത്തിന്റെ ഇവോൾവല്യൂഷനിൽ പരിണാമത്തിൽ എന്നോ സംഭവിച്ചിട്ടുള്ള ഈ പറയുന്ന പ്രോഗ്രാംസ് ഓഫ് നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും അത് നഷ്ടം വരത്തില്ല. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും അതിൻ്റെ അന്ന് ഗുണപ്പെടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആഗ്രഹം. ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, അങ്ങനെ GNM-നെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഹോമിയോപ്പതിയിൽ കൊണ്ടുവന്ന് കെട്ടാമെന്ന് അങ്ങനെ ആശിക്കണ്ട എന്ന് എൻ്റെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞു. അതുപോലെ ആരും തെറ്റിദ്ധരിക്കരുത്, എനിക്ക് യാതൊരു വിധത്തിലുള്ള ഏതെങ്കിലും ഒരു നേട്ടമുള്ള ഒരു കാര്യമല്ല. പക്ഷെ നിങ്ങളെല്ലാം ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആണെന്നും നിങ്ങളെല്ലാം രോഗികളെ കാണുന്നവരാണെന്നുള്ള ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വക കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ ഒരു അവസരം തന്നതിന് IFPH-ന്റെ എൻ്റെ സംഘടനയാണെന്നാണ് മറിയാമ്മ പറഞ്ഞത്. പക്ഷെ സംഘടനയിൽ എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് സംഘടനയിലുള്ള എല്ലാവരോടും, പ്രത്യേകിച്ച് എൻ്റെ ഭാരവാഹികളോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാറേ. ഇതിനോടകം ഒരു ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദ്യം ചോദിക്കാനായിട്ട്. അതുപോലെ പലർക്കും പല ചോദ്യങ്ങളും ചോദിക്കാൻ കാണും. വീണ്ടും ക്ലാസ്സുമായിട്ട് സാർ വരണം, ആർക്കും അതിന് എതിർപ്പുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് തന്നെയല്ല, ഇതൊന്നും അറിയുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തടസ്സവും ഇല്ല, അറിയണമെന്ന് ആഗ്രഹവും ഉണ്ട്. അതുകൊണ്ട് വീണ്ടും സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരുപാട് പേർക്ക് സംശയങ്ങൾ ചോദിക്കാൻ കാണും. ഇന്ന് പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് ദയവായി എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ലതാ മനോഹരൻ ഡോക്ടർ വളരെ ചുരുങ്ങിയ രീതിയിൽ ചോദിക്കാം. നന്ദി മറിയാമ്മ ഡോക്ടറെ. നമസ്കാരം വർഗീസ് ഡോക്ടറെ. നമസ്കാരം. നമസ്കാരം. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്, മ്യാസോ ഈ GNM-ഉമായിട്ട് ഏറ്റവും നല്ല ബന്ധമുണ്ടോ? മ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് ഡോക്ടർ ഹാമറിനെ മാത്രം ഫോളോ ചെയ്യുന്ന ജർമ്മൻ ന്യൂ മെഡിസിൻ പീപ്പിളിനോ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുവായ അല്ലെങ്കിൽ കാരോളിൻ മാർക്കോലിൻ എൻ്റെ മുമ്പിൽ വെച്ച ഒരു ആവശ്യമാണ്, അതായത് ഹോമിയോപ്പതി ഉപേക്ഷിച്ചിട്ട് ജർമ്മൻ ന്യൂ മെഡിസിൻ മാത്രമായിട്ട് വരാവുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ തമ്മിൽ രണ്ടായിട്ട് പോകുന്നയാളാണ്. ഇപ്പൊ മ്യാസത്തിന്റെ സാധുതയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചോ എനിക്ക് അല്പം പോലും 0% പോലും സംശയമില്ല. ഇപ്പൊ മ്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ കോൺഫ്ലിക്റ്റിനെ സ്വീകരിക്കുന്നത്. അതായത് എങ്ങനെ ഒരു പ്രത്യേക കോൺഫ്ലിക്റ്റ് ഈസ് ന്യൂട്രൽ, അതെങ്ങനെ ഈ വ്യക്തിയെ സമീപിക്കുന്നു അല്ലെ ബാധിക്കുന്നു, അല്ലെങ്കിൽ വേറൊരാളെ വേറൊരു രീതി ബാധിക്കുന്നു എന്നുള്ളത് രണ്ട് രീതിയിലാണ്, രണ്ടോ മൂന്നോ ഏത് വ്യത്യസ്തമായ രീതിയിലാണ്. അവിടെയാണ് മ്യാസം ഡിസൈഡ് ചെയ്യുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. അതിനുശേഷം അത് നമ്മുടെ മനസ്സിലിരുന്നിട്ട് എങ്ങനെ അത് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് അതൊക്കെ സഡൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് ബ്രെയിനിലുണ്ടാകുന്ന ചേഞ്ചസിന് വ്യത്യാസമുണ്ട്, ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസിന് വ്യത്യാസമുണ്ട്. ഇത് മൂന്നും കൂടെ മനസ്സിലാക്കിയാലേ മ്യാസം പോലും നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് മ്യാസത്തിൽ നിന്ന് വിമുഖമായിട്ട് എന്തോ പറഞ്ഞതോ, അല്ലെങ്കിൽ വർഗീസ് ഡോക്ടർ കുറച്ചാൾ മ്യാസം വർഗീസായിരുന്നു, ഇന്ന് അയാൾ GHK വർഗീസായി എന്ന് പറഞ്ഞിട്ടൊന്നും പറയണ്ട. മ്യാസം വളരെയധികം എൻ്റെ ശ്വാസവായു പോലെ ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്നത് പഠിക്കാനോ പഠിപ്പിക്കാനോ ആവശ്യമില്ല. കാരണം ഒത്തിരി പേര് മ്യാസത്തിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്ത് മ്യാസം അറിയുന്നവർ വളരെ കുറവായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒത്തിരി പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആളാണ്. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ ഇനി ചോദിക്കാം. ശരി. രണ്ടുപേരുടെ ആൻസർ ചെയ്തിട്ടുണ്ട്. നമുക്ക് സാറിന്റെ ക്ലാസ് തീർച്ചയായിട്ടും എടുത്ത് എത്രയും വേഗം സാർ വെക്കണം. നമുക്ക് സലിൽകുമാർ ഡോക്ടറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറെ കാലം കൂടി സാറിനെ കാണുകയാണ്. ഏത് പ്രവാചകനും ഈ ഇങ്ങനെ ഒരു ഘട്ടത്തില് കുറെ ചീത്തയും തല്ലിയാടിയൊക്കെ കേൾക്കേണ്ടി വരും, എല്ലാവരും കേൾക്കും. അതുപോലെ താങ്കൾ കേൾക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാലേ നാളെ സാറിന്റെ മഹിമ കുറച്ചുകൂടി വെളിപ്പെടും, തിരിച്ചറിയൂ. അതിന്റെ ഭാഗമായിട്ട് എടുത്താൽ മതി. ഇത് അങ്ങനെയാണ്. ഒരു പ്രശ്നമില്ല. ഡോക്ടർ ബിന്ദുരാജ് എന്തോ ചോദിച്ചായിരുന്നു, അതൊന്നും എനിക്ക് കിട്ടിയില്ല, പെട്ടെന്ന് മാഞ്ഞുപോയി. ഡോക്ടർ ബിന്ദുരാജ് എന്തോ ചോദിച്ചിരുന്നു, ചാറ്റ് ബോക്സിൽ നോക്കിയാൽ കിട്ടും. ഷഫീഖ് ഡോക്ടറെ കേൾക്കാവോ? പറഞ്ഞു. ഡോക്ടറെ നമസ്കാരം. അല്ല,
ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഡോക്ടർ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് അപ്പൊ നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഡോക്ടർ ഇൻവെസ്റ്റിഗേഷൻ നടത്താറില്ലേ? നമ്മള് ക്യാൻസർ രോഗികളെ ഇന്നത്തെ കാലത്ത് മിക്കവാറും നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. നമ്മുടെ കയ്യിൽ വരുന്നവരെ ചികിത്സിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇവര് നമ്മൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ധാരാളം പേപ്പർ കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ സാധാരണ വിടാറില്ല. കാരണം ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ ഇന്നും കൂടെ എനിക്ക് ലെറ്റ് മീ സി ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കേസ് വന്നതാണ്. ഷീ ഹാസ് ഗോട്ട് എ റേഡിയേറ്റിംഗ് പെയിൻ ഫ്രം ലെഫ്റ്റ് ആക്സില ടു ദി ബ്രസ്റ്റ്. അപ്പൊ ഞാൻ ലെഫ്റ്റ് ആക്സില ഈസ് റെപ്രസെന്റിങ് ഹെർ മദർ. കാരണം മദർ ഡിവോഴ്സായി, അവളുടെ 7 വയസ്സിൽ അമ്മയും അച്ഛനും ഡിവോഴ്സായി. ഇന്നും അമ്മയെ കാണാൻ പോകുമ്പോൾ അവൾ ഇരുന്ന് കരയും അമ്മയുടെ അടുത്ത്. സോ ഐ കുഡ് വെരി ഈസിലി എക്സ്പ്ലെയിൻ ദാറ്റ്. നമ്മൾ എന്തിനാണ് ആദ്യമേ തന്നെ ഒരു ബ്രസ്റ്റിൽ ഒരു വേദനയുണ്ട്, വി ക്യാൻ വെരി വെൽ എക്സ്പ്ലെയിൻ ഇറ്റ്. അതിൻ്റെ അകത്ത് ഗ്ലാൻഡ് ഇൻവോൾവ് ആണ്, സെൽഫ് ഡിവാലുവേഷൻ ഉണ്ട്. അപ്പം അത് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ആണ്, അത് പ്രൊഫൗണ്ട് സെപ്പറേഷൻ അല്ലെങ്കിൽ വളരെ ബ്രൂട്ടൽ സെപ്പറേഷൻ എന്ന് പറയും. ബ്രൂട്ടൽ സെപ്പറേഷൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ലാബറട്ടറി ടെസ്റ്റിലൂടെ ഒരാളെ രോഗിയാക്കുന്നതിന്റെ പ്രൊപ്പോർഷൻ എന്താണെന്ന് ഡോക്ടർ ഷഫീഖ് ഡോക്ടർ മനസ്സിലാക്കും. എന്തുമാത്രം രോഗികളെയാണ് ഒരു ടെസ്റ്റിലൂടെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതറിയാം ഡോക്ടർ, അതല്ല ഞാൻ ചോദിച്ചത്. നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് സൈഡില് ട്രീറ്റ്മെന്റ് കൊടുത്താൽ അതിന്റെ അതായത് റിക്കവറി സ്റ്റേജുകൾ അറിയാൻ വേണ്ടി നമ്മൾ ഡോക്ടർ എന്താണ് അതിന്റെ മെയിൻ ആയിട്ട് ക്രൈറ്റീരിയ നോക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതും കൂടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വെരി ഓഫൺ അതിന്റെ തൈറോയിഡിന്റെ കുറഞ്ഞോ അല്ലെങ്കിൽ ഇതിന്റെ ക്യാൻസറിന്റെ ട്യൂമർ കുറഞ്ഞോ എന്നൊക്കെ നമ്മുടെ ഹനുമാന്റെ 1ാമത്തെ ഇതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ ഡോക്ടർ പറയുന്നതിനെ എതിർക്കുന്നതല്ല, ഞാൻ ഇതൊക്കെ ഒരു ഇതായിട്ട് ചോദിച്ചതാണ്. അങ്ങനെയൊക്കെ ഡോക്ടർ ചെയ്യാറുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. പിന്നെ ഞാൻ GNM-നെയൊക്കെ അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യക്തിയല്ല. ഡോക്ടറുടെ പല കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആള് തന്നെയാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇപ്പം മെന്റൽ, അതായത് ഇപ്പം ഈ തലയ്ക്ക് സുഖമില്ലാത്ത, അതായത് ഭ്രാന്തന്മാരായ ആൾക്കാർക്ക് പല പല അസുഖങ്ങളും നമ്മൾ വിളിച്ച് ടെസ്റ്റ് ചെയ്താൽ കാണും. പക്ഷെ അവരത് അറിയുന്നില്ല. അതുകൊണ്ട് ഭ്രാന്തന്മാരെന്ന് അവരെ വിളിക്കരുത്. അവർക്ക് 2ൽ കൂടുതൽ കോൺഫ്ലിക്ട്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അവര് തിന്നുന്നത് എച്ചിലും അതൊക്കെ തിന്നാണ് അവര് ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് അത് മൈൻഡിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അവർക്ക് പക്ഷെ നമ്മളൊക്കെ വളരെ ആഹാരം നോക്കി കഴിക്കുന്ന നമുക്കുണ്ടാവുന്നതിനേക്കാളും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അവർക്ക് അത് മനസ്സിൽ അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അതുകൊണ്ട് അവര് സർവൈവ് ചെയ്ത് പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർക്ക് അതിനെന്താണ് അഭിപ്രായം? അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട ഡോക്ടറെ. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹാമർ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അതിനെ സ്കിസോഫ്രെനിക് കോൺസ്റ്റലേഷൻ എന്നാണ് പറയുന്നത്. കോൺസ്റ്റലേഷൻ മീൻസ് മോർ ദാൻ 2 കോൺഫ്ലിക്ട്സ് അറ്റ് എ ടൈം. 2 കോൺഫ്ലിക്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മളും ഭ്രാന്തന്മാരാകുന്ന ഉള്ളതാണ് പറയുന്നത്. അതായത് ഒരു ഡിപ്രഷൻ ഉണ്ട്, ഒരു മേനിയ ഉണ്ട്. ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ മേനിക് ഡിപ്രഷൻ ആയിപ്പോയി. ബൈപ്പോളാർ പോലെ എന്ന് നമ്മൾ വിളിക്കും നമ്മൾ സൈക്കോളജിക്കലി. അപ്പം there is no rule that a person should have only 2 conflicts. There can be more. ബ്രോങ്കിയൽ ആസ്മ ഒരു കോൺസ്റ്റലേഷൻ ആണെന്ന് നമ്മുടെ ഡോക്ടർമാർക്ക് എത്ര പേർക്ക് അറിയാം? What is the meaning of constellation? That means that person has got 2 conflicts simultaneously happening. More than 2 ആകാം. എന്താണ്? 1 ആകുമ്പോഴാണ് ഈ സീസോ മെക്കാനിസം ഓഫ് ദി ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ അഫക്റ്റഡ് ആയിട്ടാണ് അയാൾക്ക് ഒന്നുകിൽ ഇൻസ്പിറേഷണൽ അല്ലെങ്കിൽ എക്സ്പിറേഷണൽ ഡിഫ്നിങ് ഉണ്ട്. സോ ബ്രോങ്കിയൽ ആസ്മ ഈസ് എ കോൺസ്റ്റലേഷൻ. ഹി ഹാസ് ഗോട്ട് ഓൾറെഡി എ ഫിയർ, territorial fear, and in addition to that now an acute fear has come in, and therefore he is showing the symptoms. Bronchial asthma. നമ്മൾ എന്താ പറയാ? ബ്രോങ്കിയൽ ആസ്മ ജനറ്റിക് ആണ്, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഉണ്ട്. ഒന്നുമില്ല. It's not a genetic disease. It just got nothing to do with allergy. Then what is the cause of that? നമ്മൾ പറയും ആസമാണ്, അത് സോറയാണ്, സൈക്കോസിസ് ആണ്, ചേർന്നാണ്. ആയുർവേദക്കാർ പറയുന്നതല്ല, വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹാമർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഷഫീഖ് ഡോക്ടറുടെ നല്ല ഉദ്ദേശത്തെ ചോദ്യം ചെയ്യൊന്നുമല്ല. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. അടുത്തൊരു ക്ലാസ് അമ്പാടി മാഡം സാറിനൊരു നന്ദി പറയണേ. അമ്പാടി മാഡം, ഇവൻ എന്റെ പ്രിയ CJ, ഓർമ്മയുണ്ടോ? 10 മാസം ഞങ്ങൾ കണ്ണൂരിൽ ഇങ്ങനെ കണ്ണൂർ ട്രെയിനിൽ വന്നിട്ട് പറഞ്ഞത്. അതായത് ശാന്താചന്ദ്രൻ ഡോക്ടർ പറഞ്ഞു, ഞാനും രമേശയും കൂടെ കണ്ണൂർ വന്ന് വ്യാസം കൂടുമായിരുന്നു. ഞാൻ അതൊക്കെ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അതെല്ലാം ഒന്നും ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല.
കണ്ണൂര് പോയി സീജയുടെ ക്ലാസ് കേട്ട എനിക്ക് ഇന്നിപ്പോ എന്റെ റൂമിൽ ഇരുന്നുകൊണ്ട് സീജയുടെ ക്ലാസ് കേൾക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിന് 100,000 നന്ദി പറയാം. ഞാൻ GNM കുറെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് സീജയെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ ചിലപ്പോ സംശയം ചോദിക്കാറില്ലേ, ഞാൻ കുറച്ചൊക്കെ ഞാൻ ഇത് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഡീപ്പായിട്ട് പോവാൻ സമയം ഇതില്ല. പിന്നെ എന്റെ വയസ്സും 10-76 വയസ്സായില്ല. പറയുന്നത് എത്ര വയസ്സായി? 76. 6. അപ്പൊ 24 വർഷം കൂടെ ജീവിക്കണം. അപ്പോ എന്റെ അമ്മോ. സീജെ, അതുകൊണ്ട് പിന്നെ അപ്പൊ ഞാൻ എന്നാലും ചില സമയത്ത് എനിക്ക് അത്ര ഇത് വരുമ്പോഴാണ് ഞാൻ സീജയോട് സംശയം ചോദിക്കാറുള്ളത്. എന്തായാലും സീജെ ഇത്ര നല്ലൊരു ക്ലാസ് എല്ലാവർക്കും കൊടുത്തതിന്, GNM-നെ പറ്റി എല്ലാവർക്കും ഒരു പുതിയ അറിവ് കൊടുത്തതിനും എല്ലാവരും ഇനി ഇത് ഫോളോ ചെയ്യുന്നുള്ളത് ഐ ആം വെരി ഷുവർ. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സീജയുടെ പ്രസന്റേഷൻ അങ്ങനത്തെയാണ്. അതുകൊണ്ട് ഇനി എല്ലാവരും കൂടുതൽ കൂടുതൽ ഇതിനെ അറിയട്ടെ. തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം, ഞാൻ അതായിട്ട് പറയാണ്, എനിക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുണ്ട്. ഈ വല്ല കോൺഫ്ലിക്റ്റ് ഒക്കെ വരുമ്പോ, ഈവൻ ഇൻഫെർട്ടിലിറ്റിയുടെ കേസിൽ പോലും അവർക്ക് കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് അവരെ കൗൺസിൽ ചെയ്തിട്ട് മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സീജെ. എന്റെ പേരിലും ഈ IFHന്റെ പേരിലും ഒരു 100,000 നന്ദി നന്ദി നന്ദി. ഇനിയും വരണം പ്ലീസ്, ഇനിയും വരണം കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും നല്ലൊരു ക്ലാസ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. എല്ലാവർക്കും മനസ്സിൽ സംശയങ്ങളെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു കാര്യമായി കാണാൻ എന്താണേലും സാർ തീർച്ചയായിട്ടും ക്ലാസ്സിന് വരണം. കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് കേൾക്കണമെന്നുള്ളത്. പിന്നെ നമ്മളുടെ ഇന്നത്തെ ഈ സമയം ഇത്രയും വൈകിയത് കൊണ്ട് മാത്രമാണ് ഇടപെട്ടിട്ടുള്ളത്. 1463-ാം പ്രതിദിന സൂം വെബിനാർ നമുക്ക് വളരെയധികം ഭംഗിയാക്കി തീർത്ത് വർഗീസ് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ സൂമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട്. രണ്ട് മനസ്സ് പപ്പായ്ക്കും. എന്തോ ഒരു ഭയം പപ്പായ ഇതാക്കും. അതാണ് ഈ ശ്വാസം മുട്ടൽ കേട്ടോ. പപ്പ